വെൽക്കം ടു മാസ്റ്റർ കെ അക്കാഡമി. മാസ്റ്റർ കെ അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് 2025 PSC ചോദിച്ച മൊത്ത ആനുകാലിക ചോദ്യങ്ങളാണ്. ഈ കഴിഞ്ഞ വർഷത്തിൽ ചോദിച്ചിട്ടുള്ള മൊത്ത ക്വസ്റ്റ്യനുകൾ, അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഒരുപാടുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷനും എല്ലാം കൂടെ ചേർത്ത് ഒരു ക്ലാസ് ആണ് ഇന്ന് പോകുന്നത്. ഇപ്പോൾ നടന്ന പരീക്ഷകളിലും അതിന് മുമ്പ് നടന്ന പരീക്ഷകളിലും ഈ ക്വസ്റ്റ്യനൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. അന്നേരം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് 2025 നടന്ന പരീക്ഷകളുടെ മൊത്ത ആനുകാലിക ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ISROയുടെ നിലവിലെ ചെയർമാൻ. നമ്മളിതിനകത്ത് ഓപ്ഷനുകളൊന്നും എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അന്നേരം അത് അത്രയും ലാർജ് ആയി പോവും. അതുകൊണ്ട് അതിനകത്തെ ആൻസർ മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഓക്കെ, അന്നേരം ISROയുടെ നിലവിലെ ചെയർമാൻ വി നാരായണൻ, ഡോക്ടർ വി നാരായണൻ. ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണനാണ് ISROയുടെ നിലവിലെ ചെയർമാൻ. ഓക്കെ, റിപ്പീറ്റഡ് ആണ് ഈ ക്വസ്റ്റ്യൻ കേട്ടോ. ഈ 2025 നടന്ന പരീക്ഷകൾക്ക് 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ISROയുടെ നിലവിലെ ചെയർമാൻ ഡോക്ടർ വി നാരായണനാണ്. ഓക്കെ, ഇനി 2025 പത്മഭൂഷൺ ലഭിച്ച മലയാളി കായിക താരം. 2025 പത്മഭൂഷൺ ലഭിച്ച മലയാളി കായിക താരമാണ് PR ശ്രീജേഷ്. ശ്രീജേഷൊക്കെ ഏകദേശം ഒരു 2016 മുതൽ ഒളിമ്പിക്സ് തൊട്ട് ഇങ്ങോട്ട് ശ്രീജേഷിന്റെ പേര് നമുക്ക് സ്ഥിരം അറിയാവുന്നതാണ്. അതിന് ശ്രീജേഷിന് ഏതൊക്കെ രീതിയിൽ ചോദിക്കാവോ അതെല്ലാം ചോദിച്ചിട്ടുണ്ട്. അന്നേരം ഇവിടെ നമുക്ക് 2025 എന്ത് അവാർഡാണ്? പത്മഭൂഷൺ ലഭിച്ച മലയാളി കായിക താരം. ഒത്തിരി പേരുണ്ട്, അതിൽ മലയാളി കായിക താരത്തിന്റെ പേര് എടുത്തു ചോദിച്ചു. പേര് PR ശ്രീജേഷ്. അദ്ദേഹത്തിന്റെ ഐറ്റവും പലതവണയും ചോദിച്ചിട്ടുണ്ട്. ഹോക്കിയിലെ വെങ്കല മെഡൽ ജേതാവും കൂടെ ആരാണ്? PR ശ്രീജേഷ്. 2025 പത്മഭൂഷൺ ലഭിച്ച മലയാളി കായിക താരമാണ് PR ശ്രീജേഷ്. അദ്ദേഹത്തിന്റെ കായിക ഇനം ഏതെന്ന് ചോദിച്ചാൽ ഹോക്കിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം. എത്രാമത്തെയാണ്? 71ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള അവാർഡ്. മികച്ച മലയാള ചിത്രത്തിനുള്ള അവാർഡ് ഉള്ളൊഴുക്കാണ്. മികച്ച മലയാള ചിത്രത്തിനുള്ള അവാർഡ് ഏതിനാണ് കിട്ടിയത്? ഉള്ളൊഴുക്ക്. അന്നേരം മികച്ച മലയാള ചലച്ചിത്രം. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഏതിനാണ്? ഉള്ളൊഴുക്കാണ്. ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നമ്മൾ തൊട്ട് മുമ്പ് ഒരു വീഡിയോ 2025 ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഭാഗങ്ങളിലേക്ക് ഒന്ന് എടുത്തു നോക്കുക. ഓക്കെ, അതിനെ നോക്കിയേ. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഏത് ചിത്രത്തിന് ചോദിച്ചാൽ ഉള്ളൊഴുക്ക് എന്ന സിനിമയ്ക്കാണ്. ഓക്കെ, ഇനി സുപ്രീം കോടതിയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസ്. ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അങ്ങനെയായിരുന്നു. ഓക്കെ, സുപ്രീം കോടതിയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതിയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായിയാണ്. അന്ന് ആ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പം, അന്ന് ആ ക്വസ്റ്റ്യൻ ഇട്ട സമയത്ത് ആ ഗവർണർ, ആ ഒരു ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് സുപ്രീം കോടതിയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസ്. ഇപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ വർക്ക് ചെയ്ത സമയത്തേക്ക് ആൻസർ മാറി വരുന്നുണ്ട്. സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ നിലവിലെ ചീഫ് ജസ്റ്റിസ് 2025 അവസാനമായപ്പോഴത്തേക്കിന് അദ്ദേഹം മാറിയിട്ടുണ്ട്. ജസ്റ്റിസ് സൂര്യകാന്ത്. ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത്. സുപ്രീം കോടതിയുടെ 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. അദ്ദേഹത്തിന്റെ സ്വദേശം ഹരിയാനയാണ്. അദ്ദേഹത്തിന്റെ സ്വദേശം എവിടാണ്? ഹരിയാനയാണ്. ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. അടുത്ത വർഷങ്ങളിൽ ഇനി വരും ക്വസ്റ്റ്യനുകളിലെ ക്വസ്റ്റ്യൻ ഇതായിരിക്കും. 53ാമത്തെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൂര്യകാന്ത്. സ്വദേശം എവിടാണ്? ഹരിയാനയാണ്. ചിലപ്പോൾ അതായിരിക്കാലോ ചോദിക്കുന്നത്. ചിലപ്പോൾ ഇത് തന്നെ എടുത്ത് ചോദിച്ചു കളി. 52 നിലവിലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് സൂര്യകാന്തം, 52ാമത്തെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആണ്. ക്ലിയർ ആയേ? ഇനി നോക്കിയേ, RBIയുടെ 26ാമത് ഗവർണർ. RBIയുടെ നിലവിലെ ഗവർണർ എന്നോ 26ാമത് ഗവർണർ എന്നോ ചോദിച്ചാൽ സഞ്ജയ് മൽഹോത്രയാണ്. RBIയുടെ നിലവിലെ ഗവർണർ അല്ലെങ്കിൽ 26ാമത് ഗവർണർ എന്ന് ചോദിച്ചാൽ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. ഓക്കെ, ഇനി കേരളത്തിന്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി.
കേരളത്തിന്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? വി അബ്ദുൾ റഹ്മാനാണ്. ആരാണ്? വി അബ്ദുൾ റഹ്മാൻ. കേരളത്തിന്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? വി അബ്ദുൾ റഹ്മാൻ. അന്നേരം ഈ 3 ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നമുക്ക് നോക്കാം. സുപ്രീം കോടതിയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ്, നിലവിലെ അല്ലെങ്കിൽ 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത്, സ്വദേശം ഹരിയാനയാണ്. RBIയുടെ 26ാമത്തെ ഗവർണർ, RBIയുടെ 26ാമത്തെ ഗവർണർ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. കേരളത്തിന്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാനാണ്. കേരളത്തിന്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? വി അബ്ദുൾ റഹ്മാനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ, ഇതെവിടാണുള്ളത്? വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേര് അത് നോക്കിയേ. വയനാട്ടില് ഉരുൾപൊട്ടലുണ്ടായത് മുണ്ടക്കൈ ചൂരൽമല. മുണ്ടക്കയമല്ലേ, അത് ഇടുക്കിയായി പോവും. ഇത് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ കേരള ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേര് എന്തെന്ന് ചോദിച്ചാൽ എന്റെ കേരളം എന്നും സുന്ദരം. എന്റെ കേരളം എന്നും സുന്ദരം. ഓർത്ത് വെക്കുക. നോക്കിക്കോണം, ആ ദുരന്തം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെയൊക്കെ റിലേറ്റഡ് ഫാക്ട് എടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എന്ത് കറണ്ട് അഫയേഴ്സ് നടക്കുന്നോ അതിന്റെ റിലേറ്റഡ് GK എടുത്ത് ചോദിച്ചു കളയുകയും ചെയ്യും കേട്ടോ. അന്നേരം അതും കൂടെ നോക്കി വെച്ചിരിക്കുക. അതായത് നമ്മുടെ ഈ ഭാഗം നോക്കിയേ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേര് എന്റെ കേരളം എന്നും സുന്ദരം. ഓക്കെ. ഇനി ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സ്റ്റേറ്റ് കേരളമാണ്. ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യനുകളാണ്. ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? കേരളമാണ്. നെക്സ്റ്റ്. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തെ ഗവർണറായിരുന്നു? ചോദിച്ചതാണേ. എന്താണ്? ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തെ ഗവർണർ ആയിരുന്നു എന്ന് ചോദിച്ചാൽ ജാർഖണ്ഡ്. എവിടത്തെയായിരുന്നു? ജാർഖണ്ഡ്. ദ്രൗപദി മുർമുവിന്റെ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ഏത് സംസ്ഥാനമാണ്? ഒഡീഷയാണ്. ഏതാണ്? ഒഡീഷയാണ്. നോക്കേ, ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തെ ഗവർണർ ആയിരുന്നു എന്ന് ചോദിച്ചാൽ ഏത് സംസ്ഥാനത്തെ ആയിരുന്നു? ജാർഖണ്ഡ് സംസ്ഥാനത്തെ ഗവർണർ ആയിരുന്നു. ഇനി 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം, കഴിഞ്ഞ വർഷങ്ങളിൽ ഇഷ്ടം പോലെ ഓടിയൊരു പേരും കൂടാണ് ഈ പറയുന്നത്, വൈഭവ് സൂര്യവംശി. എന്താണ്? 2020 ക്രിക്കറ്റ് ചരിത്രത്തില് സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം, 2020 ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഇത്, വൈഭവ് സൂര്യവംശി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പരമോന്നത പുരസ്കാരം, അതായത് കേരള സർക്കാർ നൽകുന്നത്. നമുക്കൊരു GK ആയിട്ട് വേണേ നല്ല ചോദിച്ചിട്ടുണ്ട്. കേരള സംസ്ഥാന ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പരമോന്നത പുരസ്കാരത്തിന്റെ പേരാണ് ഇത് JC ഡാനിയൽ അവാർഡ്. എന്താണ്? JC ഡാനിയൽ അവാർഡ്. ഈ അവാർഡ് 2025 നേടിയ വ്യക്തി ആരാണ്? ഷാജി N കരുണാണ്. ചോദിച്ച ക്വസ്റ്റ്യൻ ആണേ. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പരമോന്നത പുരസ്കാരം, അതായത് കേരള സംസ്ഥാനം കൊടുക്കുന്നത്, അതിന്റെ പേര് JC ഡാനിയൽ അവാർഡ് എന്നാണ്. 2025 ജേതാവ് ആരെന്ന് ചോദിച്ചാൽ ഷാജി N കരുണാണ്. 2025 ജേതാവ് ആരാണ്? ഷാജി N കരുണാണ്. ഓക്കെ. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്നതിന് മുമ്പ് ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തെ ഗവർണർ ആയിരുന്നു എന്ന് ചോദിച്ചാൽ ജാർഖണ്ഡ് സംസ്ഥാനത്തെയാണ്. 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം വൈഭവ് സൂര്യവംശിയാണ്. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പരമോന്നത പുരസ്കാരം, അതായത് കേരള സർക്കാർ കൊടുക്കുന്നത് JC ഡാനിയൽ അവാർഡ്, 2025 ജേതാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഷാജി N കരുൺ. 2025 ജേതാവ് ആരാണ്? ഷാജി N കരുൺ. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ അത് ചെറിയൊരു വ്യത്യാസം കൊണ്ട് നിങ്ങൾ നോക്കിക്കോണം. 2024 അവാർഡാണ് ഇന്ന് കൊടുക്കുന്നത്, 2025 കൊടുക്കുന്നത്. ജേതാവ് ആരാണ്? ഷാജി N കരുൺ. ഇനി കുടുംബശ്രീ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല എന്താണ്?
കുടുംബശ്രീ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല കൊല്ലം ജില്ലയാണ്. എന്നിട്ട് നോക്കിക്കോണം, കുടുംബശ്രീ ജില്ലാ മിഷൻ പുരസ്കാരത്തിലെ 2025 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. 2024 പാരീസ് ഒളിമ്പിക്സ്. പാരീസ് ഏത് ഒളിമ്പിക്സ് ആണ്? പാരാലിമ്പിക്സ് ഒളിമ്പിക്സ്. 2024 ഒളിമ്പിക്സ് നടന്നത് പാരീസിലാണ്. അതിനോടൊപ്പം തന്നെ എന്ത് നടക്കുന്നു? പാരാലിമ്പിക്സ്. അംഗവൈകല്യം സംഭവിച്ചവർക്ക് വേണ്ടി ഒളിമ്പിക്സ് നടക്കുന്നുണ്ട്. ആ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച രാജ്യം ഏതാണ്? ചൈന. അതിന് 2024 പാരീസ് പാരാലിമ്പിക്സ് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച രാജ്യം ചൈന. 2 ക്വസ്റ്റ്യൻ ഒന്നുകൂടെ. കുടുംബശ്രീ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല കൊല്ലമാണ്. 2024 പാരീസ് പാരാലിമ്പിക്സ് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം. വാർത്താ പ്രാധാന്യം ഇഷ്ടം പോലുള്ളതാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന് ചോദിച്ചാൽ 2025 മെയ് 2-നാണ്. 2025 മെയ് 2-ന്. ക്വസ്റ്റ്യൻ: വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചത് 2025 മെയ് 2-നാണ്. ഇനി 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ്. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്. ആരാണ്? JD വാൻസ്. 2025 ഏപ്രിൽ മാസത്തിൽ ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റിന്റെ പേര് JD വാൻസ് എന്നാണ്. ഈ 2027 ഒളിമ്പിക്സ് ഇ സ്പോർട്സ് 2025 ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ സൗദി അറേബ്യയാണ്. കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സൗദി അറേബ്യ. 2027 ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? സൗദി അറേബ്യ. ഈ 3 ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് 2025 മെയ് 2-നാണ്. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്. 2027 ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിമിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യയാണ്. നെക്സ്റ്റ് സെക്ഷൻ: ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്. ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് പുല്ലമ്പാറ. ഏതാണ്? പുല്ലമ്പാറ. ചിലരത് പുല്ലുപാറ നടപ്പുണ്ട്. നമ്മുടെ PSCയുടെ ക്വസ്റ്റ്യനകത്ത് ഓപ്ഷൻ വന്നിരിക്കുന്ന അതേപോലെയാണ് നമ്മൾ എടുത്തിട്ടിരിക്കുന്നത്. അതിന് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് പുല്ലമ്പാറയാണ്. ഇനി മ്യാൻമാറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ, എവിടത്തെയാണ്? മ്യാൻമാറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യത്തിന്റെ പേര് ഓപ്പറേഷൻ ബ്രഹ്മ എന്നാണ്. എവിടത്തെയാണ്? മ്യാൻമാറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം, ഒന്ന് ഓർത്തു വെക്കുക, അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യത്തിന്റെ പേര് ഓപ്പറേഷൻ ബ്രഹ്മ എന്നുള്ളതാണ്. 2 ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത പഞ്ചായത്ത് പുല്ലുമ്പാറ. മ്യാൻമാറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷന്റെ പേര് അല്ലെങ്കിൽ ദൗത്യത്തിന്റെ പേര് ഓപ്പറേഷൻ ബ്രഹ്മ എന്നുള്ളതാണ്. നെക്സ്റ്റ് പോയിന്റ്: 2025 മാർച്ചിൽ അന്തരിച്ച വാൽക്കിമർ ഒരു വ്യക്തിയുടെ പേരാണ്. 2025 മാർച്ചിൽ അന്തരിച്ച വാൽക്കിമർ ഏത് മേഖലയിൽ പ്രശസ്തനാണെന്ന് ചോദിച്ചാൽ ചലച്ചിത്ര രംഗത്താണ്. 2025 മാർച്ചിൽ അന്തരിച്ച വാൽക്കിമർ ഏത് മേഖലയിൽ പ്രശസ്തൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മേഖലയിലാണ്? ചലച്ചിത്ര രംഗത്ത് പ്രശസ്തനാണ്. ഇനി കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ആണ്. കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? റോഷി അഗസ്റ്റിൻ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് മാസത്തില് വനദിനം, ജലദിനം, കാലാവസ്ഥാ ദിനം, ജല കാലാവസ്ഥ, ക്ഷയരോഗ ദിനം എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്.
അതായത് ആ മാർച്ച് മാസത്തിലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് ജലദിനം വന്ന ആ മാസത്തിലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതുപോലെ ജലദിനത്തിന്റെ പ്രമേയവും ചോദിച്ചിട്ടുണ്ട്, തൊട്ട് താഴോട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു വരുന്നത്, എന്താണോ ആ മാസത്തിൽ എന്തെങ്കിലും ഒരു ഫാക്ട് ഉണ്ടോ, ദിനം ഉണ്ടെങ്കിൽ ആ ദിനം, അല്ലെങ്കിൽ എന്തെങ്കിലും കറണ്ട് അഫയേഴ്സ് ഉണ്ടോ, അതിന്റെ റിലേറ്റഡ് ഫാക്ടർ അവർ GK അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ആയിട്ടോ ചോദിച്ചു കളയും. എന്നിട്ട് ആ മാർച്ച് മാസത്തിൽ നടന്ന ഒരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത്. അന്നേരം നോക്കിയേ, കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ആരാണ്? റോഷി അഗസ്റ്റിൻ. നമ്മൾ മന്ത്രിമാരെ മിക്കവാറും എല്ലാം ചോദിച്ചിട്ടുണ്ട്. ഇനി 2024 ബ്രിക്സ് ഉച്ചകോടി വേദി വർഷം നോക്കുക. 2024 ബ്രിക്സ് ഉച്ചകോടി വേദി കസാൻ, റഷ്യ എന്ന ഓപ്ഷൻ വന്ന ചരിത്രമുണ്ട്, പ്രോപ്പർ സ്ഥലം കസാൻ വന്ന ചരിത്രമുണ്ട്. അന്നേരം നോക്കിയേ, 2024 ബ്രിക്സ് ഉച്ചകോടി വേദി കസാൻ, റഷ്യ. ഇതിന്റെ ബാക്കി റിലേറ്റഡ് ഫാക്ട് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മൾ 2025 ഇമ്പോർട്ടന്റ് പ്രീവിയസ് ഇയർ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇതിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. ക്വസ്റ്റ്യൻ വീഡിയോ കണ്ട് നോക്കുക. ഓക്കെ, 2024 ബ്രിക്സ് ഉച്ചകോടി വേദി കസാൻ, റഷ്യയാണ്. ഓക്കെ, 2024 വർഷം നോക്കി വേണം അവിടെ പറഞ്ഞു കൊടുക്കാൻ. 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന നിഹോൺ ഹിഡാൻക്യോ. ഏതാണ്? 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടനയാണ് നിഹോൺ ഹിഡാൻക്യോ. ഒന്നുകൂടെ പറഞ്ഞുതരാം. 2024 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ സംഘടനയുടെ പേര് നിഹോൺ ഹിഡാൻക്യോ. ഓക്കെ, 2025 പ്രഥമ ഖോ ലോകകപ്പ് വേദി ഇന്ത്യ. അതാണ്ട് ആദ്യമായിട്ട് നടക്കുകയാണ്. 2025 പ്രഥമ ഖോ ലോകകപ്പ് വേദി എവിടാണ്? ഇന്ത്യയാണ്. 2025 പ്രഥമ ഖോ ലോകകപ്പ് വേദി ഇന്ത്യയാണ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യനും കൂടാണ് കേട്ടോ. ഇനി അടുത്തത് മാധവ് ഗാഡ്ഗിൽ. പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം, നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്തൊന്നും ഇദ്ദേഹം മരിച്ചിട്ടില്ലായിരുന്നു. അന്നേരം മാധവ് ഗാഡ്ഗിൽ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ. മാധവ് ഗാഡ്ഗിലിന്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ഡോക്ടർ MS സ്വാമിനാഥൻ. ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞു. MS സ്വാമിനാഥൻ മരിച്ചു. പക്ഷെ നമ്മൾ ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആരും അന്തരിച്ചിട്ടുണ്ട്? മാധവ് ഗാഡ്ഗിൽ. അന്നേരം മാധവ് ഗാഡ്ഗിലിനെ പറ്റി മാക്സിമം പോയിന്റുകൾ പഠിച്ചു വെക്കുക. അടുത്ത പരീക്ഷകളിൽ ഇദ്ദേഹത്തിന്റെ ക്വസ്റ്റ്യനുകൾ ഇഷ്ടം പോലെ കാണും. നമ്മുടെ തന്നെ വീഡിയോയിൽ ഇതെല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അന്നേരം മാധവ് ഗാഡ്ഗിലിന്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥനാണ്. എന്നീ ക്വസ്റ്റ്യനുകൾ 3 എണ്ണം. 2024 സമാധാന നോബൽ പുരസ്കാരം നേടിയ സംഘടന നിഹോൺ ഹിഡാൻക്യോ. 2025 പ്രഥമ ഖോ ലോകകപ്പ് വേദി ഇന്ത്യയാണ്. മാധവ് ഗാഡ്ഗിലിന്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഓക്കെ, നെക്സ്റ്റ്, സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തിലൂടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം. അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ, ആരുടെ? പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തിലൂടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞത്തിന്റെ പേര് തിരികെ സ്കൂളിലേക്ക്. ഒരു ക്വസ്റ്റ്യൻ പോലും വിടാതെ അൺഇമ്പോർട്ടന്റും ഇമ്പോർട്ടന്റും എല്ലാം കയറി ചോദിച്ചിട്ടുണ്ട്. അന്നേരം സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തിലൂടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം പേരെന്താണ്? തിരികെ സ്കൂളിലേക്ക്. ഇനി 2025 സമാധാന നോബൽ ജേതാവ്. നമ്മൾ നേരത്തെ മുമ്പ് ഒരു ക്വസ്റ്റ്യൻ അത് കണ്ടു. 2024 സമാധാന നോബൽ ജേതാവ്. ഇനി 2025 സമാധാന നോബൽ ജേതാവ് മറിയ കൊറീന മച്ചാഡോ. രാജ്യം വെനസ്വേലയാണ്. രാജ്യം ഏതാണ്? വെനസ്വേല. ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇച്ചിരി വിവാദങ്ങൾ, വാർത്താ പ്രാധാന്യം 2026 ഇത് കേട്ടിട്ടുണ്ട്. അതായത് വെനസ്വേലയുടെ പ്രതിപക്ഷ നേതാവാണ് ആര്? മറിയ കൊറീന മച്ചാഡോ. അവരാണ് 2025 സമാധാന നോബൽ ജേതാവ്. ഇവർ 2026 ട്രംപിനെ സന്ദർശിച്ചു. ഈ നോബൽ ആർക്ക് കൊടുത്തു? ട്രംപിന് കൊടുത്തു. അങ്ങനെ വിവാദങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വെനസ്വേലയിൽ ഒരുപാട് കാര്യങ്ങൾ അവിടുത്തെ പ്രസിഡന്റിനെ പിടിക്കാൻ വേണ്ടി ഒരു ഓപ്പറേഷൻ ഉണ്ട്. അതുപോലെ എണ്ണ കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും റഷ്യയുടെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ പലതും ഉണ്ട്. 2026 ഒരുപാട് ഇമ്പോർട്ടന്റ്
ഈ ഒരു ക്വസ്റ്റിന് കണ്ടിരിക്കും. അന്നേരം ഓർത്തു വെക്കുക, 2025 സമാധാന നോബൽ ജേതാവിന്റെ പേര് മറിയ കൊറീന മച്ചാഡോ, വെനസ്വേല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ഏതെങ്കിലുമൊക്കെ വീഡിയോയ്ക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വരും വീഡിയോയിലും കാണും. നിങ്ങളത് കാണാൻ ശ്രമിക്കുക. ഡീറ്റെയിൽഡ് വെർഷൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ. ഇനി രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് എന്താണ്? രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം എന്നാണ്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം. എന്താണ്? ഗണതന്ത്ര മണ്ഡപം എന്നാണ്. എന്നിട്ട് ഈ 3 ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തിലൂടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞത്തിന്റെ പേര് തിരികെ സ്കൂളിലേക്ക്. 2025 സമാധാന നോബൽ ജേതാവ് മറിയ കൊറീന മച്ചാഡോ. ഇനി രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം എന്നാണ്. നെക്സ്റ്റ്, കേരള സർക്കാർ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപം നൽകിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിന്റെ പേര്. കേന്ദ്ര സർക്കാർ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപം നൽകിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിന്റെ പേര് ഇ സേവനം എന്നാണ്. ഒന്നുകൂടെ നോക്കിയേ. കേരള സർക്കാർ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപം നൽകിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിന്റെ പേര് ഇ സേവനം എന്നുള്ളതാണ്. ഇനി നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ വി ഹരി നായർ. നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണറാണ് വി ഹരി നായർ ആണ്. ഓക്കെ. ഓപ്പറേഷൻ സിന്ദൂർ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധിക്കാനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പേര്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പേര് S-400 ട്രയംഫ് എന്നുള്ളതാണ്. ഇവിടെ 5 എന്നാണ്, S എന്നുള്ളത് അങ്ങ് 5 എന്നായി പോയതായിരിക്കും. S-400 മിസൈല്. അതിന്റെ മറ്റൊരു പേരാണ് ട്രയംഫ്. അതവിടെ കറക്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അന്നേരം നോക്കിയേ, അന്നേരം ഒന്ന് തിരിച്ച് വായിച്ചോണം. S എന്നുള്ളത് അവിടെ അച്ചടിച്ച് വന്നപ്പോൾ അത് 5 എന്നായി പോയതാണ്. S-400 എന്നുള്ളതാണ്. ഓക്കെ. അന്നത്തെ പത്രം വായിച്ചവർക്ക് എല്ലാം നല്ലോണം അറിയാവുന്നതാണ്. S-400 മിസൈലൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അന്നേരം ഒന്നുകൂടെ നോക്കിയേ. ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധിക്കാനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര. അതും വേണമെങ്കിൽ നമുക്ക് ഇനിയുള്ള പരീക്ഷകൾ കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിക്കാം. അതിന്റെ പേരെന്താണെന്ന്? സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പേര് S-400 ട്രയംഫ്. S-400 ട്രയംഫ്. ഈ 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂർ. അതാണ് ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ. 2025 മെയ് മാസം അല്ലേ? 2025 മെയ് എന്നാണ് ഓപ്പറേഷൻ സിന്ദൂർ. 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര് ഓപ്പറേഷൻ സിന്ദൂർ. അത് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥരാണ് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. ആരൊക്കെയാണ്? കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കിയേ. 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര് ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ്. ഇതിനെക്കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥരാണ് വ്യോമിക സിംഗും സോഫിയ ഖുറേഷിയും. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. ഇവരുടെ റാങ്ക് പൊസിഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. കേണലാണ് സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ ആണ് ആര്? വ്യോമിക സിംഗും. നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ അഭിമാനമായിട്ട്, ഈ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് കറണ്ട് അഫയേഴ്സ് മാത്രമല്ല നമ്മുടെ അഭിമാനമായിട്ട് തോന്നാവുന്ന 2 വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. തോന്നാവുന്നതെന്നല്ല, തോന്നുന്നത് തന്നെയാണ്, ആന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറയാം. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും.
നെക്സ്റ്റ് 2025 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി. 2025 നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പം നമ്മുടെ 2026 റിപ്പബ്ലിക്കിലേക്ക് നമ്മൾ അടുക്കുകയാണ്. 2025 റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യ അതിഥി പ്രഭാവോ സുബിയാന്തോ. സുബിയാന്തോ എന്നാണ്, പ്രഭാവോ സുബിയാന്തോ, സുബിയാനോ എന്നല്ല, സുബിയാന്തോ. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ്. ഇവിടുത്തെ പ്രസിഡന്റ് ആണ് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റായ പ്രഭാവോ സുബിയാന്തോ ആണ് 2025 റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യ അതിഥിയായിട്ടിരുന്നത്. ഈ 2025 നല്ല റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥികളെ പഠിച്ചു വെച്ചിരിക്കണം. എല്ലാ പരീക്ഷകൾക്കും അത് ചോദിക്കുന്നുണ്ട്, എല്ലാ പരീക്ഷകൾക്കും. അതായത് 2026 ഉണ്ട്. യൂറോപ്യൻ കമ്മീഷൻ, യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് 2 പേരുണ്ട്. അത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന വീഡിയോകളിലും അത് കാണാൻ ചാൻസ് ഉണ്ട്, പഠിച്ചു വെക്കുക. അത് 2025 എന്നെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ. 2025 റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന പ്രഭാവോ സുബിയാന്തോ. ഇനി ശരിയായ ജോഡി നോക്കിക്കോണം. കറണ്ട് അഫയേഴ്സിനകത്ത് അവർ ജോഡി ചേർത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. 2024 ചില അവാർഡുകൾ കൊടുത്തിരിക്കുന്നു. ശരിയായ ജോഡി എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എല്ലാ ജോഡിയും ശരി തന്നെ ആയിരുന്നു. ഓക്കെ, അതിനെ അറിഞ്ഞെങ്കിലെല്ലാം നമുക്ക് എഴുതാൻ നോക്കൂ. ഒരു കറണ്ട് അഫയേഴ്സിന് പകരം 4 കറണ്ട് അഫയേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കാണേ, 2024 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ്? NS മാധവൻ. അന്നേരം 2024 പറഞ്ഞിട്ടുണ്ട് എങ്കിലും 2024 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ. 2024 വയലാർ അവാർഡ് അശോകൻ ചെരുവിൽ. അടുത്ത 2024 കേരള ജ്യോതി പുരസ്കാരം പ്രൊഫസർ MK സാനു. 2024 ഓടക്കുഴൽ അവാർഡ് K അരവിന്ദാക്ഷൻ. നമ്മൾ അടുത്ത പരീക്ഷയ്ക്കും അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി വരാൻ പോകുന്ന അടുത്ത പരീക്ഷകൾക്കും തീർച്ചയായും ഈ ക്വസ്റ്റ്യൻ 2024 അവാർഡുകളൊക്കെ പഠിച്ചു വെച്ചിരിക്കണം. അതായത് നമുക്ക് തീർച്ചയായും ഈ ക്വസ്റ്റ്യനുകളൊക്കെ അവിടെ നിന്ന് കണ്ടിരിക്കും. അതായത് നോക്കിയേ, 2024 ഒരു 4 അവാർഡുകൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ. 2024 വയലാർ അവാർഡ് അശോകൻ ചെരുവിൽ. 2024 കേരള ജ്യോതി പുരസ്കാരം MK സാനു. 2024 ഓടക്കുഴൽ പുരസ്കാരം അരവിന്ദാക്ഷൻ K അരവിന്ദാക്ഷൻ. 2 ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതിവിടെ കളയാനല്ല, അടുത്ത വരും പരീക്ഷകളിലും ഈ അവാർഡുകൾ നമുക്ക് വേണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. യുഎന്നിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ പേരെന്താണ്? അന്റോണിയോ ഗുട്ടറസ്. യുഎന്നിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗുട്ടറസ്. ക്വസ്റ്റ്യൻ അവിടെ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. യുഎന്നിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ പേരെന്താണ്? അന്റോണിയോ ഗുട്ടറസ്. യുഎന്നിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഓക്കെ, കേരളത്തിന്റെ ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു തൊട്ട് മുമ്പ്. അതിനുശേഷം വന്നിരിക്കുന്ന വ്യക്തി ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. അന്നേരം കേരളത്തിന്റെ ഇപ്പോഴത്തെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 2024 ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ വേദി 24 2024 ലോക പരിസ്ഥിതി ദിന ആചരണത്തിന്റെ വേദി എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സൗദി അറേബ്യ. 25 ചോദിച്ചിട്ടുണ്ട്, തൊട്ട് താഴോട്ട് നമുക്ക് കാണാം. അതിന് 2024 ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ വേദി സൗദി അറേബ്യ ആണ്. 3 ക്വസ്റ്റ്യൻ. കേരളത്തിന്റെ ഇപ്പോഴത്തെ കേരളത്തിന്റെ നല്ല യുഎന്നിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. കേരളത്തിന്റെ ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 2024 ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ വേദി സൗദി അറേബ്യ. 24 പറഞ്ഞേക്കുന്നത്. പരിസ്ഥിതി ദിനാചരണത്തിന്റെ വേദി സൗദി അറേബ്യ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2024 കേരള പ്രഭ പുരസ്കാരം. വർഷം നോട്ട് ചെയ്യുക. 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ S സോമനാഥും ഭുവനേശ്വരി. 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ S സോമനാഥ്, ഭുവനേശ്വരി. ഇനി ഇപ്പോഴത്തെ ലോകബാങ്ക് പ്രസിഡന്റ്, നിലവിലത്തെ വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് അജയ് ബെങ്ക. അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അന്നേരം ലോകബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അജയ് ബെങ്കയാണ്. ഇനി കേരളത്തിന്റെ നിലവിലെ വ്യാവസായിക വകുപ്പ് മന്ത്രി, മുമ്പേ നമ്മൾ 2 മന്ത്രിമാരെ കണ്ടു, കായികം കണ്ടു, ജലവിഭവം കണ്ടു. അടുത്തത് കേരളത്തിലെ നിലവിലെ വ്യാവസായിക വകുപ്പ് മന്ത്രി
പി രാജീവ്. കേരളത്തിലെ നിലവിലെ വ്യാവസായിക വകുപ്പ് മന്ത്രി ആരാണ്? പി രാജീവാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് NH-66 മുംബൈ ടു ഗോവേ. എവിടെയാണ് NH-66? അത് എവിടെ മുതൽ എവിടം വരെയാണ്? മുംബൈ ടു ഗോവേ. എന്നിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് NH-66 മുംബൈ ടു ഗോവേ. NH-66 മുംബൈ ടു ഗോവയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ്. NH സ്റ്റീൽ സ്റ്റാഗ് റോഡ്. ഓക്കെ. ഇനി യുനെസ്കോ 2023 പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യത്തെ നഗരം. 2 ക്വസ്റ്റ്യൻ ആണ് കിടക്കുന്നത്. നോക്കിയേ. യുനെസ്കോ 2023 പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും കൂടാതെ സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യത്തെ നഗരമാണ് ഇത്, കോഴിക്കോട്. അഥവാ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അറിഞ്ഞില്ലെങ്കിൽ ഇല്ലാതെ ഓർമ്മയുണ്ടെങ്കിൽ ആൻസർ എഴുതും. കേരളത്തിലെ ആദ്യ സാഹിത്യ നഗരം കോഴിക്കോട്. നോക്കിക്കോണേ. യുനെസ്കോ 2023 പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യത്തെ നഗരമാണ് ഇത്, കോഴിക്കോട്. അടുത്ത ക്വസ്റ്റ്യൻ. ChatGPT നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം. ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഇറ്റലിയാണ്. ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഏതാണ്? ഇറ്റലി. ഇനി മെനിഞ്ചൈറ്റിസ്. മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ രോഗം, മസ്തിഷ്ക രോഗമാണ്. മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV നോക്കിക്കോണം. ഒരു വാക്സിന്റെ പേരാണ് MEN5CV. മെനിഞ്ചൈറ്റിസിന്റെ M എന്നിട്ട് 5CV. മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യ രാജ്യം നൈജീരിയയാണ്. അന്നേരം മെനിഞ്ചൈറ്റിസ് മസ്തിഷ്ക സംബന്ധമായ രോഗമാണ്, ബാക്ടീരിയ രോഗമാണ്. അന്നേരം മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യ രാജ്യം നൈജീരിയ. അന്നേരം നമ്മൾ ഇതൊക്കെ കളയുന്ന ക്വസ്റ്റ്യനുകളാണ്. ക്വസ്റ്റ്യൻ കണ്ടോ ചോദിച്ചിരിക്കുന്നത്. അന്നേരം മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? നൈജീരിയയാണ്. ഇനി സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? കൊൽക്കട്ടയിലാണ്. അന്നേരം എന്താണ്? ഇന്ത്യൻ കരസേനയാണ്. ഇന്ത്യൻ കരസേന എന്താണ് പേര് മാറ്റിയിട്ടിരിക്കുന്നത്? വിജയദുർഗ് എന്നാണ് പേര് മാറ്റിയിട്ടിരിക്കുന്നത്. എന്തായിരുന്നു എൻ്റെ പേര്? ഫോർട്ട് വില്യം. ഫോർട്ട് വില്യം എവിടെയാണ്? കൊൽക്കട്ട. അന്നേരം സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയദുർഗ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ കൊൽക്കട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഈ ഫോർട്ട് വില്യത്തിന്റെ പേര് വിജയദുർഗ് എന്ന് മാറ്റിയൊന്നും അല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്. റിലേറ്റ് ചെയ്ത ആ തുറമുഖം എവിടെയാണ് സ്ഥിതി ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. എവിടാണ്? കൊൽക്കട്ടയിലാണ്. സെൻട്രൽ വിസ്ത പദ്ധതി ഒരുപാട് കാലം മുമ്പേ പാർലമെന്റ് സമുച്ചയം പുതുക്കി പതിയുന്ന കേസ് നമ്മൾ കേട്ടതാണ്. അന്നേരം ആ കറണ്ട് അഫയേഴ്സ് 2025 ചോദിച്ചിരിക്കുകയാണ്. സെൻട്രൽ വിസ്ത പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ പാർലമെന്റ് സമുച്ചയ നിർമ്മാണം. സെൻട്രൽ വിസ്ത പ്രോജക്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാർലമെന്റ് സമുച്ചയ നിർമ്മാണമാണ് ഇത് സെൻട്രൽ വിസ്ത പ്രോജക്ട് എന്ന് അറിയപ്പെടുന്നത്. ഇനി 2025 വൈദ്യശാസ്ത്ര നോബൽ 2025 അത് പ്രഖ്യാപിച്ച അതേ സമയം തന്നെ കയറി ചോദിച്ചതാണ്. 2025 വൈദ്യശാസ്ത്ര നോബൽ മറിയ കൊറീന മച്ചാഡോ, ഫ്രെഡ് റാംസ്ഡെൽ, സിമോൺ സക്കാഗുച്ചി. അതായത് മറിയയും ഫ്രെഡും ഏതാണ്? USA-കാരാണ്. സിമോൺ സക്കാഗുച്ചി ജപ്പാൻകാരനാണ്. ഈ പറയുന്ന സംഭവം നമ്മുടെ തൊട്ട് മുമ്പിൽ 2025 ഇമ്പോർട്ടന്റ് വീഡിയോയ്ക്കകത്ത് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കിടപ്പുണ്ട്. 2025 വൈദ്യശാസ്ത്ര നോബൽ മറിയ കൊറീന മച്ചാഡോയ്ക്കും ഫ്രെഡ് റാംസ്ഡെലിനും. അത് രണ്ടും കൂടെ ഒന്നിച്ച് പറഞ്ഞാൽ അത് USA-കാരാണ്. ഇനി സിമോൺ സക്കാഗുച്ചി, സിമോൺ സക്കാഗുച്ചി, സിക്ക എന്നല്ല സിമോൺ സക്കാഗുച്ചി എന്നേ ഉള്ള പേര്. സക്കാഗുച്ചി ഏത് രാജ്യം? ജപ്പാൻ.
നെക്സ്റ്റ്, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം PR ശ്രീജേഷ്. നമ്മൾ തുടക്കത്തിൽ ഒരു ക്വസ്റ്റ്യൻ PR ശ്രീജേഷിന്റെ കണ്ടു. അതിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് PR ശ്രീജേഷ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒളിമ്പിക്സ് മെഡൽ ജേതാവാണ്. അതുപോലെ നമ്മൾ നേരത്തെ പത്മഭൂഷൺ അവാർഡ് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ PR ശ്രീജേഷിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അതിന് 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരം ആരെന്ന് ചോദിച്ചാൽ PR ശ്രീജേഷ്. നമുക്ക് അവിടെ നിന്ന് ഒരു റിലേറ്റഡ് GK, 2024 ഹോക്കിയിൽ ഇന്ത്യക്ക് ഏത് മെഡൽ എന്ന് ചോദിച്ചാൽ ഏത് മെഡലാണ് കിട്ടിയിരിക്കുന്നത്? വെങ്കല മെഡൽ. അവിടെ നേടിയ വ്യക്തി ആരാണ്? PR ശ്രീജേഷ്. 2024 54-ാമത് 2024 എന്നാണ് പറഞ്ഞേ 54-ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടൻ പൃഥ്വിരാജ്. 2024 54-ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ 54, നമ്മൾ വർഷവും പറയുന്നുണ്ട്, അത് എത്രാമത്തെന്നും പറയുന്നുണ്ട്. 54-ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടൻ പൃഥ്വിരാജ്. 2024 54-ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടൻ പൃഥ്വിരാജ്. നമ്മൾ 2025 അവാർഡ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, വീഡിയോ എടുത്തു നോക്കുക. ഇനി 2025 ജനുവരിയിൽ ഇന്ത്യ നിർമ്മിക്കപ്പെട്ട 3 യുദ്ധക്കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യപ്പെട്ടു. 2025 ജനുവരിയിൽ ഇന്ത്യ നിർമ്മിക്കപ്പെട്ട 3 യുദ്ധക്കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യപ്പെട്ടു. അവ ഏതെല്ലാം? INS നീലഗിരി, INS സൂറത്ത്, INS വാഗ്ഷീർ. ഓക്കെ, നമുക്ക് അത് 3 ഒരുമിച്ച് കയറി ചോദിച്ചു എന്നുള്ളതാണ്. നോക്കിക്കോണം, 2025 ജനുവരിയിൽ ഇന്ത്യ നിർമ്മിക്കപ്പെട്ട 3 യുദ്ധക്കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യപ്പെട്ടു. അവയാണ് INS നീലഗിരി, INS സൂറത്ത്, INS വാഗ്ഷീർ. INS നീലഗിരി, INS സൂറത്ത്, INS വാഗ്ഷീർ. നെക്സ്റ്റ്, US ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസയും. നമുക്കൊരു GK കിട്ടുവാണ്. US ബഹിരാകാശ ഗവേഷണ ഏജൻസിയാണ് നാസ. നാസയിൽ നിന്ന് ഇപ്പൊ സുനിത വില്യംസ് വിരമിച്ചതായിട്ട് നമ്മൾ അങ്ങോട്ട് കേൾക്കുന്നതേ ഉള്ളൂ. US ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസയും ISROയും സഹകരിച്ച് നടത്തുന്ന ബഹിരാകാശ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ വിംഗ് കമാൻഡർ ആരാണ്? ശുഭാംശു ശുക്ല. ശുഭാംശു ശുക്ല. ഇത് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കോണം. US ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസയും ISRO ഇന്ത്യയാണ് നമുക്കറിയാം, ISROയും സഹകരിച്ച് നടത്തുന്ന ബഹിരാകാശ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ വിംഗ് കമാൻഡറിന്റെ പേര് ശുഭാംശു ശുക്ല. ശുഭാംശു ശുക്ലയാണ്. ഓക്കെ, ഇതും റിപ്പീറ്റിനാണ്. ഇദ്ദേഹത്തിന് വേറെ ക്വസ്റ്റ്യനുകളൊക്കെ ഉണ്ട്, നമുക്ക് താഴോട്ട് കാണാം അതൊക്കെ. ഇനി അടുത്തിടെ ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഭാഷകൾ. റീസെന്റ് അടുത്തിടെ ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഭാഷകളിൽ ഉൾപ്പെടാത്തതായിരുന്നു ആ ക്വസ്റ്റ്യൻ അത് ചോദിച്ചത് കേട്ടോ. നമ്മളത് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉൾപ്പെട്ട ഒരെണ്ണം കിട്ടിയില്ലെങ്കിലോ, അതുകൊണ്ട് അത് ഇത്രയും കൂടെ നമുക്ക് പഠിക്കാം. കാരണം 5 ഭാഷകളാണ് അടുത്തിടെ അത് ചോദിച്ചതാണ്. അടുത്തിടെ എത്ര ഭാഷകളാണ് ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതെന്ന് ചോദിച്ചാൽ 5 ഭാഷകളാണ്. ഒരുമിച്ചാണ് 5 എണ്ണം വന്നിരിക്കുന്നത്. മറാത്തി, അസാമീസ്, ബംഗാളി, പാലി, പ്രാകൃത്. ഏതൊക്കെയാണ്? മറാത്തി, അസാമീസ്, ബംഗാളി, പാലി, പ്രാകൃത്. പാലി, പ്രാകൃത് അക്ഷരം വെച്ച് വേണേ 2 എണ്ണം അടുപ്പിച്ച് പാലിയും പ്രാകൃതും. കൂടാതെ മറാത്തി, അസാമീസ്, ബംഗാളി. മറാത്തി, അസാമീസ്, ബംഗാളി, പാലി, പ്രാകൃത്. ഇത് ഏതൊക്കെ തരത്തിൽ ചോദിക്കാവൂ. ഇനി അങ്ങോട്ട് ഭാവിയിൽ ഒരു GK ആയിട്ട് ഇത് കണക്ക് കൂട്ടും അല്ലേ. അടുത്തിടെ ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഭാഷകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ മറാത്തി, അസാമീസ്, ബംഗാളി, പാലി, പ്രാകൃത്. എത്ര എണ്ണമാണ് ഒരുമിച്ച് ബംഗാളി ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടെന്ന് ചോദിച്ചാൽ 5 ഭാഷകളാണ്. ഇനി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISRO. വീണ്ടും ISROയുടെ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ തുടക്കം V നാരായണനെ തുടങ്ങി. അതുകൊണ്ട് നോക്കിയേ, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISROയുടെ 2ാമത്തെ ബഹിരാകാശ തുറമുഖം കുലശേഖരപട്ടണത്താണ്. ISROയുടെ 2ാമത്തെ ബഹിരാകാശ തുറമുഖം കുലശേഖരപട്ടണം. അപ്പം ആദ്യത്തെ ചോദിക്കാം ശ്രീഹരിക്കോട്ട. ആദ്യത്തെ ഏതാണ്? ശ്രീഹരിക്കോട്ട. നമ്മുടെ കറണ്ട് അഫയേഴ്സ് എന്താണ്? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISROയുടെ 2ാമത്തെ ബഹിരാകാശ തുറമുഖം എവിടാണ്? ശ്രീഹരിക്കോട്ട. കുലശേഖരപട്ടണം. ആദ്യത്തേത് ശ്രീഹരിക്കോട്ട. ഇനി 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ നേടിയതാണ് ജോൺ ഹോപ്ഫീൽഡ്, ജെബ്രി ഹിൽട്ടൺ എന്നിവർക്ക് ലഭിച്ചത്
ഏത് കണ്ടുപിടുത്തത്തിനാണ്? 2024 ഭൗതിക ശാസ്ത്രത്തിലെ നോബൽ സമ്മാനം നേടിയ വ്യക്തികളാണ് ജോൺ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൽട്ടൺ എന്നിവർക്ക് ലഭിച്ചത് ഏത് കണ്ടുപിടുത്തത്തിനെന്ന് ചോദിച്ചാൽ നിർമ്മിത ന്യൂറൽ ശൃംഖല. എന്താണ്? നിർമ്മിത ന്യൂറൽ ശൃംഖല. 2024 ഭൗതിക ശാസ്ത്ര നോബൽ ജോൺ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൽട്ടൺ എന്നിവർക്ക് ലഭിച്ചത് എന്തിന്റെ കണ്ടുപിടുത്തത്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർമ്മിത ന്യൂറൽ ശൃംഖല. ആ വ്യക്തികളുടെ രണ്ടുപേരുടെ പേരും കിടപ്പുണ്ട്, ജോൺ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൽട്ടൺ. ഈ ന്യൂറൽ അത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിർമ്മിത ന്യൂറൽ ശൃംഖല. മൊത്തത്തിൽ പറഞ്ഞാൽ നിർമ്മിത ന്യൂറൽ ശൃംഖല അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിംഗിന് മെഷീൻ ലേണിംഗിനാണ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യന് പല രീതിയിലാണ് കയറി ചോദിക്കുന്നത്. അതായത് നമ്മൾ അതിൻ്റെ വ്യക്തികളെ പഠിച്ചുകൊണ്ട് പോകും, രാജ്യം പഠിച്ചുകൊണ്ട് പോകും, എന്തിനെന്നുള്ളത് അടുത്ത വരുന്നുണ്ട്. അതായത് നമുക്കറിയാവുന്ന എല്ലാം ക്വസ്റ്റിനകത്ത് വന്നിട്ട് അറിയാൻ വയ്യാത്തതായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. അതുകൊണ്ട് ഒരെണ്ണം പോലും ഒരു പോയിന്റ് പോലും ഇടാതെ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ് കഴിഞ്ഞ വർഷത്തെ 2025 വർഷത്തെ കറണ്ട് അഫയേഴ്സ് നമ്മളെ മനസ്സിലാക്കി തരുന്നത്. നമ്മുടെ തന്നെ എല്ലാ മാസത്തെയും മന്ത്ലി വീഡിയോകൾ ഇറങ്ങുന്നുണ്ട്. അതിനകത്ത് എല്ലാ മന്തിൻ്റെയും കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇറങ്ങുന്നുണ്ട്. കറക്റ്റായിട്ട് നിങ്ങളത് ഫോളോ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് തീർച്ചയായും ആ ക്വസ്റ്റിനുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നോക്കിക്കോണേ, 2024 ഭൗതിക ശാസ്ത്ര നോബൽ ജോൺ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൽട്ടൺ എന്നിവർക്ക് ലഭിച്ചത് എന്തിന്റെ കണ്ടുപിടുത്തം എന്ന് ചോദിച്ചാൽ നിർമ്മിത ന്യൂറൽ ശൃംഖല അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിംഗിന്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISROയുടെ രണ്ടാമത്തെ ബഹിരാകാശ തുറമുഖം കുലശേഖരപട്ടണം, ആദ്യത്തേത് ശ്രീഹരിക്കോട്ട. 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ ജോൺ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൽട്ടൺ എന്നിവർക്ക് ലഭിച്ചത് എന്തിന്റെ കണ്ടുപിടുത്തത്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർമ്മിത ന്യൂറൽ ശൃംഖല അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിംഗിലാണ് ലഭിച്ചിരിക്കുന്നത്. ഈ WWF വേൾഡ് വൈൽഡ് ഫണ്ട് WWFന്റെ ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ലോകവ്യാപകമായി വന്യജീവികളുടെ ജനസംഖ്യ എത്ര ശതമാനം കുറഞ്ഞിട്ടുണ്ട്? 73. ഇതൊക്കെ കറണ്ട് അഫയേഴ്സ് എടുത്ത് ചോദിച്ച ക്വസ്റ്റ്യനാണ്. നോക്കിക്കോണേ, WWFന്റെ ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് അനുസരിച്ച് WWF അതിന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ്. ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന ആരാണ്? WWF ആണ്. അനുസരിച്ച് കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ലോകവ്യാപകമായി വന്യജീവികളുടെ ജനസംഖ്യ എത്ര ശതമാനമായി കുറഞ്ഞിട്ടുണ്ട്? 73% കുറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഡിസ്ട്രിക്ട് എന്ന ഓൺലൈൻ പോർട്ടൽ സംവിധാനം വേണ്ട വിധം പ്രവർത്തിക്കുന്നില്ല എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധനയുടെ പേര് ഓപ്പറേഷൻ സുതാര്യ. ഇതൊക്കെയാണ് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അന്നേരം ഏതും എന്ന് പറഞ്ഞാൽ തൂണും തുരുമ്പും എല്ലാം അരിച്ച് പറക്കണം എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യനുകളൊക്കെ മനസ്സിലാക്കി തരുന്നത്. അന്നേരം ഈ ഡിസ്ട്രിക്ട് എന്ന ഓൺലൈൻ പോർട്ടൽ സംവിധാനം വേണ്ട വിധം പ്രവർത്തിക്കുന്നില്ല എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2024 നടന്ന ഫിഡെ വേൾഡ് ക്ലാസ് ചെസ് ചാമ്പ്യൻഷിപ്പ്. ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോണം. ക്വസ്റ്റ്യൻ ഡീപ്പായിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 2024 നടന്ന ഫിഡെ വേൾഡ് ക്ലാസ് ചെസ് ചാമ്പ്യൻഷിപ്പ്. ചെസ്റ്റ് അല്ല, ചെസ് ആണ്. ചെസ് ചാമ്പ്യൻഷിപ്പിൽ ലോക ചാമ്പ്യനായ ഡി ഗുകേഷ് ആരെ പരാജയപ്പെടുത്തി? അവിടെ ഡി ഗുകേഷിന്റെ വിജയമല്ല അവിടെ ചോദിച്ചിരിക്കുന്നത്, ആരെയാണ് പരാജയപ്പെടുത്തിയെന്നാണ് അവിടെ ചോദ്യം വന്നിരിക്കുന്നത്. ഡിങ് ലിയാൻ ചൈന. അതിനകത്ത് 6 പ്രൊണൗൺസ് ചെയ്യത്തില്ല. ഡിങ് ലിയൻ എവിടത്തെയാണ്? ചൈനയുടെ. അന്നേരം അവിടേക്ക് വിജയിയാണ് വേണ്ടുന്നത്? അല്ല, അവിടെ തോറ്റ ആളെയാണ് അവിടെ വേണ്ടുന്നത്. 2024 നടന്ന ഫിഡെ വേൾഡ് ക്ലാസ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ലോക ചാമ്പ്യനായ ഡി ഗുകേഷ് ആരെയാണ് പരാജയപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ ഡിങ് ലിയാൻ. രാജ്യം ഏതാണ്? ചൈന. ഇനി 2024 ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം മാധവ് ഗാഡ്ഗിൽ. ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ച് പഠിച്ചോണം കേട്ടോ. അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2024 ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം മാധവ് ഗാഡ്ഗിലിനാണ്. ആർക്കാണ്? മാധവ് ഗാഡ്ഗിലിനാണ്. അതായത്
മാധവ് ഗാഡ്ഗിലിനെ പറ്റി എന്തൊക്കെ അറിയാവോ അതെല്ലാം പഠിച്ചു വെക്കണം. നമ്മുടെ അടുത്ത വരും പരീക്ഷകളിൽ ഇദ്ദേഹം ഒരു ട്രെൻഡിങ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നിലനിൽക്കും. ഇപ്പം തന്നെ 2 ക്വസ്റ്റ്യൻ കിട്ടിയേ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത വീണ്ടും മരണശേഷം ഇഷ്ടംപോലെ ക്വസ്റ്റ്യനുകൾ നമുക്ക് കാണാൻ ചാൻസ് ഉണ്ട്. അന്നേരം പഠിച്ചു വെക്കുക. 2024 ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? മാധവ് ഗാഡ്ഗിൽ. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. മാധവ് ഗാഡ്ഗിൽ. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. ഒന്നുകൂടെ, കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. 2025 പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. നമ്മൾ നേരത്തെ 24 കണ്ടു. അതാണ്ട് നോക്കിയേ, 2025 പരിസ്ഥിതി ദിന ആതിഥേയത്വം വഹിച്ച രാജ്യം റിപ്പബ്ലിക് ഓഫ് കൊറിയ. 2025 പരിസ്ഥിതി ദിന ആതിഥേയത്വം വഹിച്ച രാജ്യം ആരാണ്? റിപ്പബ്ലിക് ഓഫ് കൊറിയ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി, ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അല്ല ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ധനകാര്യ വകുപ്പ് സഹമന്ത്രി പങ്കജ് ചൗധരി. ആരാണ്? പങ്കജ് ചൗധരി. ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വകുപ്പുകളുടെ എല്ലാം എന്താണ് പ്രധാനപ്പെട്ട ക്യാബിനറ്റ് വകുപ്പുകൾക്കൊക്കെ സഹമന്ത്രിമാരുണ്ടെങ്കിൽ അത് പഠിച്ചു വെക്കുക. അന്നേരം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ധനകാര്യ സഹവകുപ്പ് മന്ത്രി ആരാണ്? പങ്കജ് ചൗധരിയാണ്. ഇനി 2025 ഫെബ്രുവരിയിൽ കേരള സർക്കാർ ആരംഭിച്ച ആരോഗ്യമാനന്ദം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യാൻസർ ബോധവൽക്കരണം. 2025 ഫെബ്രുവരിയിൽ കേരള സർക്കാർ ആരംഭിച്ച ആരോഗ്യമാനന്ദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യാൻസർ ബോധവൽക്കരണം. ഓപ്ഷൻ അത് ക്യാൻസർ ബോധവൽക്കരണം, എയ്ഡ്സ് ബോധവൽക്കരണം, കോവിഡ് ബോധവൽക്കരണം, അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. അത് മാത്രമേ ഉള്ളതുകൊണ്ട് നമുക്ക് രക്ഷപ്പെട്ടു ക്യാൻസർ ബോധവൽക്കരണം എന്നുള്ളത് കേട്ടോ. ഇതിന്റെ മൊത്ത പേര് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്നാണ്. എന്താണ്? ആരോഗ്യം ആനന്ദം. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. അത് മൊത്തത്തിൽ തന്നെ നമ്മൾ അർബുദ രോഗം എന്ന് എഴുതുന്നവർക്ക് അറിയാം. അതുകൊണ്ട് അവരുടെ ട്രിക്ക് അവർ എന്ത് തന്നില്ല? അർബുദം തന്നില്ല അല്ലേ. എന്നിട്ട് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ഉണ്ട്, മഞ്ജു വാര്യർ ആണ്. ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മഞ്ജു വാര്യർ ആണ്. അടുത്ത പരീക്ഷകൾ പ്രതീക്ഷിക്കാം. 2025 ഫെബ്രുവരിയിൽ കേരള സർക്കാർ ആരംഭിച്ച ആരോഗ്യമാനന്ദം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ക്യാൻസർ ബോധവൽക്കരണം. ഇതിപ്പോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഫാക്റ്റ് ആണ് ഇത് മൊത്തം എന്ന് പറയുന്നത്. ഇതിപ്പോ ഇങ്ങനെ തന്നതുകൊണ്ട് ആരോഗ്യമാനന്ദം ക്യാൻസർ ബോധവൽക്കരണം എന്ന് തന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. തിരിച്ചായിരുന്നു വന്നിരുന്നെങ്കിൽ ക്യാൻസർ ബോധവൽക്കരണ പദ്ധതി ആരോഗ്യമാനന്ദം, ആരോഗ്യ കേരളം, ആരോഗ്യ കിരണം, ആരോഗ്യ ജാഗ്രത എന്നും പറഞ്ഞുകൊണ്ട് കുറേ പദ്ധതികളുണ്ട് അല്ലേ. കേരള സർക്കാരിന്റെ ആരോഗ്യക്ഷേമ പദ്ധതികൾ ഒരുപാടുണ്ട്. അതിൽ പൊതുജന ആരോഗ്യം എന്നൊരു ടോപ്പിക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഇതുപോലെ വരുന്ന ഒരുപാട് പദ്ധതികളുണ്ട്. സൂക്ഷിച്ച് പഠിച്ചു വെക്കുക. അത് നമ്മൾ മൊത്തം പഠിക്കുന്നതല്ലേ നല്ലത്. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. പരീക്ഷ ചോദിക്കുമ്പോൾ അകറ്റാം അർബുദം കാണിയല്ല. ഓക്കെ, ഒരു ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. ബ്രാൻഡ് അംബാസിഡർ ഒന്ന് നോട്ട് ചെയ്തു പോവുക, മഞ്ജു വാര്യരാണ്. ആരാണ്? മഞ്ജു വാര്യർ. അങ്ങനെ നമ്മൾ ഈ 3 ക്വസ്റ്റ്യൻ. 2025 പരിസ്ഥിതി ദിനത്തിൽ ആതിഥേയത്വം വഹിച്ച രാജ്യം റിപ്പബ്ലിക് ഓഫ് കൊറിയയാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി ആരെന്ന് ചോദിച്ചാൽ പങ്കജ് ചൗധരി. 2025 ഫെബ്രുവരിയിൽ കേരള സർക്കാർ ആരംഭിച്ച ആരോഗ്യമാനന്ദം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യാൻസർ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2025 ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. കറണ്ട് അഫയേഴ്സ് പ്രസ്താവന ക്വസ്റ്റ്യൻ. മുമ്പേ ചേരുംപടി ക്വസ്റ്റ്യൻ കണ്ടു. അതാണ് ഇപ്പോൾ അടുത്ത മോഡൽ കറണ്ട് അഫയേഴ്സ് പ്രസ്താവന ക്വസ്റ്റ്യനിലേക്ക്. 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഏകദിന ക്രിക്കറ്റിൽ ബന്ധപ്പെട്ട പ്രസ്താവനകൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യക്ക് 4 വിക്കറ്റ് വിജയം. ഇതെല്ലാം ശരിയായ പ്രസ്താവന തന്നെയാണ് കേട്ടോ. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഫൈനലിൽ ഇന്ത്യക്ക് ആർക്കെതിരെ ഇന്ത്യ ആരെ തോപ്പിച്ചു വെച്ചാൽ ന്യൂസിലൻഡിനെ തോപ്പിച്ചു. ഇന്ത്യക്ക് 4 വിക്കറ്റ് വിജയം. അടുത്ത ഓപ്ഷൻ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് 3ാമത്തെ കിരീടം ആണ്. അതും ശരി തന്നെയാണ്. ചാമ്പ്യൻസ് ട്രോഫിക്ക് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് 3ാമത്തെ വിജയം.
രച്ചിൻ രവീന്ദ്രൻ. രച്ചിൻ രവീന്ദ്രനാണ് ടൂർണമെന്റിലെ താരം. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആരാണ്? രച്ചിൻ രവീന്ദ്രനാണ്. അങ്ങനെ നോക്കിയേ, ഈ 3 പ്രസ്താവനകളും ഒറ്റയ്ക്കും ചോദിക്കാം. ഇത് പ്രസ്താവന ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ്. അന്നേരം നോക്കുക, ഫൈനൽ ന്യൂസിലൻഡിനെതിരെയാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ വിജയിച്ചത്. എത്ര വിക്കറ്റ്? 4 വിക്കറ്റ് വിജയം. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് 3ാമത്തെ കിരീടമാണ്. അടുത്തത് രച്ചിൻ രവീന്ദ്രനാണ് ടൂർണമെന്റിലെ താരം. അത് എല്ലാം അറിഞ്ഞെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് എല്ലാം അറിഞ്ഞെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് വീണ്ടും പറയുകയാണ്, 25 ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ചെയ്തിട്ടുണ്ട്, അവിടെ ഇതെല്ലാം പറയുന്നുണ്ട്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. വി രാമസുബ്രഹ്മണ്യൻ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? വി രാമസുബ്രഹ്മണ്യനാണ്. ഓക്കെ, നെക്സ്റ്റ്, ക്യാൻസറിനെ പ്രതിരോധിക്കാനായി 9 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, നോട്ട് ചെയ്തു പോവുക, 9 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷന്റെ പേര് HPV എന്നാണ്. മുമ്പേ നമ്മളൊരു വാക്സിൻ കണ്ടു. അടുത്ത വാക്സിൻ എന്താ നോക്കിയേ, ക്യാൻസറിനെതിരെ പ്രതിരോധിക്കാൻ 9 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷൻ ആണ് HPV. ഏതാണ് HPV? ഓപ്ഷനകത്ത് HMPV ഉണ്ട്. അത് ഹ്യൂമൻ മെറ്റാപ്യൂമിനോ വൈറസ് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത വൈറസ് ആണ്. അതിൽ ഇതെന്താണ്? ക്യാൻസറിനെതിരെ പ്രതിരോധിക്കാനായി 9 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷന്റെ പേരാണ് HPV. നെക്സ്റ്റ്, എത്ര ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷമാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിൽ തിരിച്ചെത്തിയത്? 286 ദിവസം. എത്രയാണ്? 286 ദിവസം. അന്നേരം സുനിത വില്യംസിനൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ബുച്ച് വിൽമോർ. അന്നേരം നോക്കുക, എത്ര ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷമാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് തിരിച്ചെത്തിയെന്ന് ചോദിച്ചാൽ 286 ദിവസം. ഓപ്ഷൻ അത് 256, 286, 256, 286, 236 എന്നൊക്കെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ എത്ര ദിവസമാണ്? 286 ദിവസം അല്ലേ? ഇനി സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ റസൂൽ പൂക്കുട്ടി. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? റസൂൽ പൂക്കുട്ടി. നെക്സ്റ്റ്, പഹൽഗാം തീവ്രാക്രമണത്തെ തുടർന്ന്, മുമ്പേ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ കണ്ടു, വീണ്ടും ക്വസ്റ്റ്യനുകൾ വരികയാണ് അതിനെപ്പറ്റി. പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാമുകളാണ് ഫക്രാനങ്കൽ ഡാമും സർദാർ സരോവർ ഡാമും. ഏതൊക്കെ ഡാമുകളാണ്? ഫക്രാനങ്കൽ ഡാമും സർദാർ സരോവർ ഡാമും. ഒന്നുകൂടെ, പഹൽഗാം തീവ്രാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാമിന്റെ പേര് ഫക്രാനങ്കൽ ഡാമും സർദാർ സരോവർ ഡാമും. അതിനെപ്പറ്റി എന്തൊക്കെ ചോദിക്കാവോ? 2021 പരീക്ഷകൾക്ക് ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇനി ഇന്ത്യയുടെ 16ാമത്തെ ധനകാര്യ കമ്മീഷൻ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗരിയ. ചിലതിനകത്ത് അരവിന്ദ് പനഗരിയ എന്ന് ഇങ്ങനെയും കൊടുത്തിട്ടുണ്ട്, പനഗരിയ എന്നാണ്. അതിന് ഇന്ത്യയുടെ 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് ഡോക്ടർ അരവിന്ദ് പനഗരിയ. അന്നേരം ഇതാണ് ഈ ക്വസ്റ്റ്യൻ രണ്ടും കൂടെ നോക്കുക. ഇമ്പോർട്ടന്റ് ആണ്. ഇനി അങ്ങോട്ടുള്ള GK ആയിട്ട് ഇത് ചോദ്യം വരുന്നതാണ്. പഹൽഗാം തീവ്രാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാമുകൾ ഫക്രാനങ്കൽ ഡാമും സർദാർ സരോവർ ഡാമുമാണ്. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗരിയ. നോക്കിയേ, ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്.
ഒരു രാജ്യം അതിന്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിന്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിന്റെ ജനങ്ങളാണ്. ഒരു രാജ്യം അതിന്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിന്റെ ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ 2025 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത്, ഈ വരികൾ എഴുതിയത്. അന്നേരം ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈച്ച് ആൻഡ് എവരി പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് കേട്ടോ. അന്നേരം ഒരെണ്ണം പോലും കളയരുത്, എടുത്ത് പഠിക്കുക. 2025 കേന്ദ്ര ബഡ്ജറ്റ് താണ്ടി ഇവിടെ 2026 കേന്ദ്ര ബഡ്ജറ്റ് വരാൻ പോകുന്നുണ്ട്. അതിനു മുമ്പത്തെ കേന്ദ്ര ബഡ്ജറ്റ് ചോദിച്ചു, ഒരു രാജ്യം അതിന്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിന്റെ ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ 2025 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഈ വരികൾ എഴുതിയ വ്യക്തി ഗുരുജട അപ്പറാവു. ഗുരുജട അപ്പറാവു. ഒരു ഗുരുവിന്റെ വരികൾ സ്തുതിച്ചുകൊണ്ടാണ് അവര് നമ്മുടെ ധനകാര്യമന്ത്രി ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചതെന്ന് ഓർത്താൽ മതി. എന്താണ് ഒരു രാജ്യം? ഇത് ചിലപ്പം ഞാൻ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണേ. ഇത് ചിലപ്പം നമുക്ക് GK ക്വസ്റ്റ്യൻ ആണ് ഇനി ഭാവിയിലേക്ക്. എന്താണ് ഒരു രാജ്യം അതിന്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിന്റെ ജനങ്ങളാണ് എന്ന വരികൾ എഴുതിയത് ആരെന്നായിരിക്കും ചോദിക്കുന്നത്? ഗുരുജട അപ്പറാവു. കാരണം ചോദിക്കാൻ കാര്യം 2025 കേന്ദ്ര ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമൻ ഈ വരികൾ ഉച്ചരിച്ചാണ് ബഡ്ജറ്റ് അവതരണം തുടങ്ങിയത്. ഇനി ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടിയാണ് ഓപ്പറേഷൻ സിന്ധു. ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇന്ത്യക്കാരെല്ലാം തിരിച്ചു വരണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നോക്കിയേ, ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടി ഓപ്പറേഷൻ സിന്ധു. ആ പോയിന്റിലേക്ക് നിങ്ങളൊന്ന് നോക്കിയേ. ആ ഓപ്ഷനകത്ത് ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായിരുന്നു. അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഓപ്പറേഷൻ സിന്ധു ആണ് ഈ സംഭവം എന്ന്. പെട്ടെന്ന് നമ്മുടെ ഒരു മനസ്സിന്റെ ഇതുകൊണ്ട് ഫസ്റ്റ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കിടപ്പുണ്ട്. ആ സിന്ദൂറിനകത്ത് ഒരു ചെറിയ ചുനുപ്പ് വ്യത്യാസം, ചെറിയൊരു ചില്ലക്ഷരത്തിന്റെ വ്യത്യാസത്തിലാണ് അടുത്ത ഓപ്പറേഷൻ കിടക്കുന്നു, ഓപ്പറേഷൻ സിന്ധു. നോക്കി വേണം ചെയ്യാൻ. അന്നേരം ഈ ക്വസ്റ്റ്യനുകളിൽ നിന്ന് പലതും നമുക്ക് പഠിക്കാനുണ്ട്. എല്ലാ പോയിന്റും പഠിച്ചു വെക്കുക. അതിനോടൊപ്പം അക്ഷരങ്ങൾ നല്ല വൃത്തിയായിട്ട് നോക്കി കറുപ്പിക്കുക. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടിയുടെ പേര് ഓപ്പറേഷൻ സിന്ധു എന്നാണ്. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈ സ്പീഡ് ട്രെയിൻ ആണ് CR450. അനാച്ഛാദനം ചെയ്ത രാജ്യം ചൈനയാണ്. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈ സ്പീഡ് ട്രെയിനിന്റെ പേര്, അത് GK ക്വസ്റ്റ്യൻ ആയി മാറും ഇനി, CR450. അത് ഏത് രാജ്യമാണ് അനാച്ഛാദനം ചെയ്തത്? ചൈന. അതായത് ലോകത്തിലെ ഏറ്റവും ഹൈ സ്പീഡ് ട്രെയിൻ സംവിധാനമുള്ള രാജ്യം ചൈനയാണ്. അതിന്റെ പേര് CR450 എന്നുള്ളതാണ്. ഇനി വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും 2024 ജൂൺ മുതൽ 2025 മാർച്ച് വരെ 9 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണത്തിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയത് ഏത് വാഹനത്തിൽ എന്ന് ചോദിച്ചാൽ സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ. സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ. എത്ര ക്വസ്റ്റ്യൻ ഇതിനകത്ത് കിട്ടിയെന്ന് നോക്കിയാൽ. മുമ്പേ നമ്മൾ 286 ദിവസം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ആ വ്യക്തികളുടെ 2 പേരും അവിടെ ഒന്നുകൂടെ കേട്ടു. ഇത് നോക്കിയേ, നാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും. അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ടുപോകുന്നതെന്ന് നോക്കുക. 2024 ജൂൺ മുതൽ 2025 മാർച്ച് വരെ 9 മാസക്കാലം. എത്ര മാസം എന്ന് ചോദിച്ചാൽ 9 മാസം. എത്ര ദിവസം എന്ന് ചോദിച്ചാൽ 286 ദിവസം. ഡ്യൂറേഷൻ 2024 ജൂൺ മുതൽ 2025 മാർച്ച് വരെ 9 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണത്തിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയത് ഏത് വാഹനത്തിൽ എന്ന് ചോദിച്ചാൽ സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ. സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ. ഇനി വേറൊരു പരീക്ഷയ്ക്ക് ക്രൂ ഡ്രാഗൺ എന്ന് മാത്രം ചോദിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. വേറൊരു പരീക്ഷയ്ക്ക് സ്പേസ് എക്സ് എന്ന് മാറ്റി വെച്ച് ക്രൂ ഡ്രാഗൺ എന്ന വാഹന പേരിന്റെ ലാസ്റ്റ് ഭാഗം, അതായത്
ഈ വാഹനത്തിന്റെ പേര് ചോദിച്ചിട്ട് സ്പേസ് എക്സ് ഇടാതെ ക്രൂ ഡ്രാഗൺ എന്ന് മാത്രം തന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അന്നേരം അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് പഠിച്ച് നമ്മൾ വെക്കുന്നു. അന്നേരം നോക്കേ, നാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും 2024 ജൂൺ മുതൽ 2025 മാർച്ച് വരെ 9 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണത്തിന് ശേഷം ഭൂമിയിലേക്ക് എത്തിയത് ഏത് വാഹനത്തിലെന്ന് ചോദിച്ചാൽ സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം ആർച്ച് ഡാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം ചെനാബ് റെയിൽവേ പാലം. ഏതാണ്? ചെനാബ് റെയിൽവേ പാലം. ചെനാബ് നദിയിലെ 2 ഡാമുകളാണ് അടച്ചു വെച്ചിരിക്കുന്നത് പാകിസ്ഥാനിലേക്ക് വെള്ളം കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി. അതിനാൽ ആ ചെനാബ് റെയിൽവേ പാലമാണ് 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം ആർച്ച് ഡാം റെയിൽവേ കമാന പാലമാണ് ചെനാബ് റെയിൽവേ പാലം. നെക്സ്റ്റ്, 2025 യുനെസ്കോ 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങളാണ് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും. ഭഗവത്ഗീതയും നാട്യശാസ്ത്രം ഭരതമുനിയുടേതാണ്. ഭരതമുനിയുടേതാണ് ആര്? എന്ത്? നാട്യശാസ്ത്രം. ഓക്കെ, വ്യാസന്റേത് ഗീത. ഇത് രണ്ടും കൂടെ ചേർത്ത് ഈ ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ് 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങളാണ് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും. 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ബോർഡിന്റെ പേര് ഡീപ് സീക്ക്. എന്താണ്? 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ബോർഡാണ് ഡീപ് സീക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം പാർക്ക് ആരംഭിച്ചത് ഏത് നഗരത്തിലാണ്? അമരാവതിയിലാണ്. ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനാണ് ആദ്യത്തെ ക്വാണ്ടം പാർക്ക് അവതരിപ്പിച്ചത് ഏത് നഗരത്തിലെന്ന് ചോദിച്ചാൽ അമരാവതി. നമുക്കറിയാം 2025 വർഷത്തെ ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വർഷമായിട്ട് ആചരിക്കുന്നു എന്നുള്ളത്. ഓക്കെ, അവിടെ പറയുന്നു 25 ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം പാർക്ക് ആരംഭിച്ചത് ഏത് നഗരത്തിലാണ്? അമരാവതിയിലാണ്. 2025 ADB എന്ന് പറയുമ്പോൾ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ആണ്. ADBയിൽ 69ാമത് അംഗമായ രാജ്യം ഇസ്രായേൽ. 69ാമത് അംഗമായ രാജ്യം ഏതാണ്? ഇസ്രായേൽ. അത് 2024 ADB ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ഏഷ്യൻ വികസന ബാങ്ക് ആസ്ഥാനം മനിലയാണ്. പലപ്പോഴും GK ചോദിച്ചിട്ടുള്ളതാണ്. ADBയുടെ ആസ്ഥാനം എവിടെ? മനിലയാണ്. അന്നേരം ADBയിൽ 69ാമത് അംഗമായ രാജ്യം ഏതാണ്? ഇസ്രായേലാണ്. നെക്സ്റ്റ്, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി ഡി ഗുഗേഷ്. നമ്മൾ മുമ്പേ കണ്ടു ഗുഗേഷ് ആരെ തോൽപ്പിച്ചു? ചൈനക്കാരനായ വ്യക്തിയെ തോൽപ്പിച്ചു നമ്മൾ കണ്ടു. അതുകൊണ്ട് വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി ആർക്ക് ലഭിച്ചു? ഡി ഗുഗേഷ്. നെക്സ്റ്റ്, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. പഠിച്ചു വെച്ചേരെ. മിക്കവാറും അടുത്ത പരീക്ഷകൾ 2025-26 പരീക്ഷകൾ വീണ്ടും കാണാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ സംസ്ഥാന ഇലക്ഷൻ നടക്കുന്നുണ്ട്, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ നടക്കുന്നുണ്ട്. സംസ്ഥാന ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കേന്ദ്രമാണ് അത്. അതിന്റെ ഓർത്ത് വെക്കുക. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷന്റെ പേര് ജ്ഞാനേഷ് കുമാർ. കേരളത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അംഗങ്ങൾക്ക് നിലവിൽ നൽകുന്ന ക്ഷേമ പെൻഷൻ എത്ര രൂപയാണ്? 1600 രൂപയാണ്. ഒരുപാട് തുകകൾ കൂട്ടി എവിടം വരെ ആക്കിയിട്ടുണ്ട്? 1600. അതിന് കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അംഗങ്ങൾക്ക് നിലവിൽ നൽകുന്ന ക്ഷേമ പെൻഷൻ എത്ര രൂപയാണ്? 1600 രൂപയാണ്. കിഫ്ബിയുടെ ഇപ്പോഴത്തെ CEO KM എബ്രഹാം. കിഫ്ബിയുടെ ഇപ്പോഴത്തെ CM ആരാണ്? ഇപ്പോഴത്തെ CEO, CM അല്ല, CEO
KM എബ്രഹാം, ചെയർമാൻ ധനകാര്യ വകുപ്പ് മന്ത്രി. ഇത് വേറൊരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. കിഫ്ബിയുടെ നിലവിലെ ചെയർമാൻ ചോദിച്ചു, ബാലഗോപാൽ. ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ബാലഗോപാൽ. ഇത് രണ്ടും കൂടെ ഒന്നിച്ചുൾപ്പെടുത്തിയിട്ടിരിക്കുന്നതേ ഉള്ളൂ. കിഫ്ബിയുടെ ഇപ്പോഴത്തെ CEO KM എബ്രഹാം, കിഫ്ബിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ, നിലവിൽ ആരാണോ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആ മന്ത്രിയാണ് കിഫ്ബിയുടെ നിലവിലെ ചെയർമാൻ. ഇപ്പോഴത്തെ ചോദിച്ചു കഴിഞ്ഞാൽ ബാലഗോപാലാണ്. ഓക്കെ. സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി അല്ലേ? അവിടെ ചോദിച്ചത് നിലവിലെ സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാനാണ് പിണറായി വിജയനാണ് ചോദിച്ചത്. അന്നേരം നമ്മൾ അവിടെ മുഖ്യമന്ത്രി എന്ന് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. അന്നേരം സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ നിലവിലെ ചെയർമാൻ പിണറായി വിജയനാണ്. അതാണ് പൊസിഷൻ ആർക്കാണ്? മുഖ്യമന്ത്രിക്കാണ്. അത് ഇനി 2021 നിലവിൽ വന്നത് എത്രാമത്തെ കേരള നിയമസഭയാണ്? 15. ഈ നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നിടത്തോളം ആ ക്വസ്റ്റ്യനുകൾക്ക് പ്രാധാന്യമുണ്ട്. 2021 നിലവിൽ വന്നത് എത്രാമത്തെ കേരള നിയമസഭയാണ്? 15ാം കേരള നിയമസഭ. എത്രാമത്തെയാണ്? 15ാം കേരള നിയമസഭയാണ്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷനാണ് K-സ്മാർട്ട്. അന്നേരം കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഓൺലൈനായി സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ അവതരിപ്പിച്ച ആപ്ലിക്കേഷന്റെ പേരെന്താണ്? K-സ്മാർട്ട് എന്നാണ്. നോക്കിയേ, 2024 വൈദ്യശാസ്ത്ര നോബൽ എന്തിനാണ് ലഭിച്ചത്? മുമ്പേ നമ്മൾ കണ്ടു ഭൗതിക ശാസ്ത്ര നോബൽ കിട്ടിയ വ്യക്തികളുടെ പേരിട്ട് തന്നിട്ട് ചോദിച്ചു എന്തിനാണ് ലഭിച്ചതെന്ന്. നോക്കിയേ, 2024 വൈദ്യശാസ്ത്ര നോബൽ എന്തിനാണ് ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കാറ്റഗറി ഉണ്ട്. നമുക്ക് കാണാം, മൈക്രോ RNA കണ്ടുപിടുത്തവും ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കുന്നതിന് വേണ്ടി. രണ്ടും കൂടാണ് ഓപ്ഷനിൽ വന്നിരുന്നത്. അതായത് സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാൻ അതിനകത്ത് തെറ്റായ പ്രസ്താവന ഒന്ന് മാറ്റിയിട്ടിരിക്കുകയാണ്. അന്നേരം ഒന്നാമത്തത് മൈക്രോ RNA mRNA കണ്ടുപിടുത്തം. അടുത്തത് എന്താണ്? ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കുന്നതിന് വേണ്ടി. ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കുന്നതിന് വേണ്ടി. അന്നേരം 2024 വൈദ്യശാസ്ത്ര നോബൽ എന്തിനാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ മൈക്രോ RNA കണ്ടുപിടുത്തത്തിനും ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കുന്നതിന് വേണ്ടി. ഇതിന് കിട്ടിയത് ആരൊക്കെയെന്ന് തൊട്ടടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ, അവിടെ പറഞ്ഞുതരാം. ഇനി 2025 നവംബർ മാസത്തിൽ നടന്ന G20 ഉച്ചകോടി വേദി സൗത്ത് ആഫ്രിക്ക. 2025 നവംബർ മാസത്തിൽ നടന്ന G20 ഉച്ചകോടി വേദി സൗത്ത് ആഫ്രിക്ക. G20 ഒന്ന് രണ്ട് കറണ്ട് അഫയേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ 2025 ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ചെക്ക് ചെയ്യുക, അവിടെ കിടപ്പുണ്ട്. 2025 നവംബർ മാസത്തിൽ നടന്ന G20 ഉച്ചകോടി വേദി സൗത്ത് ആഫ്രിക്ക. ഈ 2024 രസതന്ത്ര നോബൽ സമ്മാനം ഡേവിഡ് ബെക്കറിന് ലഭിച്ചത് എന്തിനാണ്? ക്വസ്റ്റ്യന്റെ രീതി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. മുമ്പേ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നമ്മൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടുപോവാം. ഇവിടെ രസതന്ത്ര നോബലാണ്. മുമ്പേ നമ്മൾ കണ്ടത് ഫിസിക്സിന്റെ നോബലിന്റെ കേസിലേക്ക് ഒന്ന് പോവുകയാണേ. ഉണ്ട്. ഓക്കെ, 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ ജോൺ ഹോഫീൽഡ്, ജെബ്രി ഹിൽട്ടൺ എന്നിവർക്ക് ലഭിച്ചത് എന്തിന്റെ കണ്ടുപിടുത്തത്തിന്? കണ്ടോ, നിർമ്മിത ന്യൂറൽ സിങ്കർ അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിംഗ്. ഇപ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരുമ്പം വൈദ്യശാസ്ത്ര നോബൽ കിട്ടിയത് എന്താണ്? മൈക്രോ RNA കണ്ടുപിടുത്തം, ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കുന്നതിന് വേണ്ടി. അടുത്തത് 2024 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ച ഡേവിഡ് ബെക്കറിന് ലഭിച്ചത് എന്തിനെന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടേഷൻ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്ക്. എന്താണ്? കമ്പ്യൂട്ടേഷൻ പ്രോട്ടീൻ രൂപകൽപ്പന. രസതന്ത്ര നോബൽ ഡേവിഡ് ബെക്കറിന് ലഭിച്ചത് എന്തിനെന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടേഷൻ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്കാണ്. അന്നേരം ഈ ക്വസ്റ്റ്യനുകൾ പരിചയപ്പെടുന്നതിനോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക, ഏത് ഭാഗവും എടുത്തു ചോദിക്കുന്നുണ്ട്, എന്തും അല്ലേ,
എന്തിനാണ്, ആർക്കാണ്, അതിൽ ഓരോ വ്യക്തികൾക്കും എന്താണ് സംഭാവന ചെയ്തത് എന്നൊക്കെയാണ് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നോക്കിക്കൊള്ളുക, 2024 രസതന്ത്ര നോബൽ സമ്മാനം ഡേവിഡ് ബെക്കറിന് ലഭിച്ചത് കമ്പ്യൂട്ടേഷൻ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്ക്. ഇനി 77ാമത് ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് നേടിയ ഓൾ ദി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ. ഇച്ചിരി വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. 77ാമത് ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് നേടിയ ഓൾ ദി ഇമോജിൻ ആസ് ലൈറ്റ് എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ പായൽ കബാഡിയ. ഓൾ ദി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ പായൽ കബാഡിയ. എന്നിട്ട് 77ാമത് ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് നേടിയ ഓൾ ദി ഇമോജിൻ ആസ് ലൈറ്റ് എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ്? പായൽ കബാഡി. ഇതൊക്കെ ഡിഗ്രി ലെവൽ എക്സാമിന്റെ കറണ്ട് അഫയേഴ്സ് ആണ്. ഇനി 2023 സരസ്വതി സമ്മാൻ 23 ഈ വർഷം നോക്കുക. 2023 സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹമായ രൗദ്ര സ്വാത്വിക, ഓർത്തു വെക്കുക, രൗദ്ര സ്വാത്വിക എന്ന നോവലിന്റെ കർത്താവ് പ്രഭാവർമ്മ. അതായത് സരസ്വതി സമ്മാനം 2023 നമ്മുടെ കേരളക്കാരനാണ് ലഭിച്ചത്, പ്രഭാവർമ്മ. അതിന് 2023 സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹമായ രൗദ്ര സ്വാത്വിക എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? പ്രഭാവർമ്മ. ഇനി 2022 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് മിഥുൻ ചക്രവർത്തി. ഇതും റിപ്പീറ്റഡ് ആണ്. ഇതിനകത്ത് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് വന്നത് 2024 അതായത് 2024 സംഭാവന കൊടുത്തത്. 2024 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് മിഥുൻ ചക്രവർത്തി കൊടുത്തത്. ഇത് മരണാനന്തര ബഹുമതിയായിട്ടുമാണ് കൊടുത്തിരുന്നത്. ഇതിന് പറയാൻ കാരണമുണ്ട്. നമ്മൾ മോഹൻലാലിന് 2023 അവാർഡ് 2025 സമ്മാനിച്ചു. എന്നിട്ട് 2023 അവാർഡ് എപ്പോൾ സമ്മാനിച്ചു? 2025 ആർക്ക് സമ്മാനിച്ചു? മോഹൻലാലിന് സമ്മാനിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഇവിടെ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചപ്പോൾ 2024 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം എന്നാണ്. 2024 അല്ല, 2022 ഫാൽക്കെ പുരസ്കാരം കൊടുത്തത്. 22 പുരസ്കാരം 24 കൊടുത്തു എന്നേ ഉള്ളൂ. അതിൽ ലഭിച്ച വ്യക്തി മിഥുൻ ചക്രവർത്തി. 23 പുരസ്കാരം ആർക്കാണ്? മോഹൻലാലിന്. അദ്ദേഹത്തിന് കൊടുത്ത് സമ്മാനിച്ചത് 2025. നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇപ്പോഴല്ലേ നാഷണൽ അവാർഡ് കൊടുത്തതിന്റെ കൂടുതലല്ലേ അദ്ദേഹത്തിന് ഫാൽക്കെ അവാർഡ് കൂടെ സമ്മാനിച്ചത്. അതെ, അദ്ദേഹത്തിനല്ല, ഷാരൂഖ് ഖാനും വേറെ ഒരു വ്യക്തി കൂടെ നാഷണൽ അവാർഡ് കിട്ടിയില്ലേ. അന്നേരം അതിനോടൊപ്പമാണ് ഈ നാഷണൽ അവാർഡ് പുരസ്കാര ചടങ്ങിൽ തന്നെയാണ് ഫാൽക്കെ അവാർഡും കൊടുത്തത്. അന്നേരം നിങ്ങൾക്ക് അത് മനസ്സിലാക്കി വെക്കാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. 24 പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ. 22 23 മിഥുൻ ചക്രവർത്തിക്കും ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. 23 ആർക്കും കിട്ടിയിരിക്കുന്നത്? മോഹൻലാലിനും കിട്ടിയിരിക്കുന്നത്. ഈ 2024 നവംബറിൽ 18, 19 തീയതികളിൽ നടന്ന G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് റിയോ ഡി ജനീറോ, ബ്രസീൽ. അല്ലേ? മുമ്പേ നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടത് നോക്കിയേ. 2025 നവംബർ മാസത്തിലെ G20 ഉച്ചകോടി വേദി സൗത്ത് ആഫ്രിക്ക. അത് നമുക്ക് വേണം. ആ 2025 നടന്ന പരീക്ഷയ്ക്ക് 2 വർഷവും എടുത്തു ചോദിച്ചിട്ടുള്ളത്. 2025 G20 ഉച്ചകോടി സൗത്ത് ആഫ്രിക്ക. ഇനി അടുത്ത് നമ്മൾ ഇവിടെ കണ്ട ക്വസ്റ്റ്യൻ 2024 നവംബർ 18, 19 തീയതികളിൽ നടന്ന G20 ഉച്ചകോടി വർഷം നോക്കുക. 2024 G20 ഉച്ചകോടി വേദി റിയോ ഡി ജനീറോ, ബ്രസീലാണ്. അങ്ങനെ വർഷം നോക്കി വേണം ആൻസർ എഴുതാൻ. 24 റിയോ ഡി ജനീറോ, 25 സൗത്ത് ആഫ്രിക്ക. 2024 വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരം. 2024 വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരം നേടിയ വ്യക്തികൾ: 1 വിക്ടർ ആംബ്രൂസ്, 2 ഗ്യാരി റോക്കിൻ. വിക്ടർ ആംബ്രൂസിനും ഗ്യാരി റോക്കിനും രണ്ടുപേരും USA-കാരാണ്. രണ്ടുപേരും എവിടാണ്? USA. മുമ്പേ നമ്മൾ കണ്ടു അത് എന്തിനാണെന്ന്, മൈക്രോ RNA നമ്മൾ കണ്ടു. അതാണ്ട് നോക്കിയേ, 2024 വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരം ആർക്കൊക്കെ എന്ന് ചോദിച്ചാൽ വിക്ടർ ആംബ്രൂസ്. ആർക്കാണ്? ഗ്യാരി റോക്കിന്. ഓർത്ത് വെക്കുക. 2020 മുതലുള്ള കറണ്ട് അഫയേഴ്സുകൾ പരീക്ഷയ്ക്ക് തീർച്ചയായും നമുക്ക് വേണം. പ്രത്യേകിച്ച് ഈ അവാർഡുകൾ ഓർത്ത് വെക്കുക. അത് 24 വൈദ്യൻ വിക്ടർ ആണെന്ന് ഓർത്ത് വെക്കുക. അല്ലെങ്കിൽ 24 ആംബ്രൂസ് വൈദ്യനും ഗ്യാരിക്കും. ഓക്കെ, 24 ആംബ്രൂസ് വൈദ്യൻ. ഒരാളെ ഓർത്താൽ സ്വാഭാവികമായിട്ട് പേര് നമ്മുടെ കയ്യിൽ മറ്റേയാളുടെ പേരും കിട്ടിയിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ 20 മുതൽ 25 വരെയുള്ള നോബലുകൾ കയ്യിലിരിപ്പുണ്ട്. പേരുകൾ തെറ്റിപ്പോവരുത്. അതിന് 2024 വൈദ്യൻ ആംബ്രൂസ് വൈദ്യൻ. ആംബ്രൂസ് വൈദ്യനും പിന്നെ ആർക്കാണ്?
ഗ്യാരി റോക്കിനുമാണ്. ആംബ്രൂസും റോക്കിനും. റോപ്പ് കയറെന്ന് ഓർത്ത് വെക്കുക. വൈദ്യന്മാരിങ്ങനെ പിടിച്ച് തടവത്തില്ലേ റോപ്പ്, അങ്ങനെയൊക്കെ ഓർത്ത് വെച്ചാലും മതി. അതിന് വിക്ടർ ആംബ്രൂസ്, ഗ്യാരി റോക്കിൻ. പ്രത്യേകിച്ച് സമാധാന നോബലും വൈദ്യശാസ്ത്ര നോബലും മിക്കവാറും പരീക്ഷകൾക്ക് എടുത്തു ചോദിക്കുന്നുണ്ട്. മറ്റേത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല പറഞ്ഞു വരുന്നത്, പഠിച്ചു വെക്കുക അതും. ഇനി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO. ISROയുടെ ഒത്തിരി ക്വസ്റ്റ്യനായി. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO EOS 808. അത് ഇവിടെ ആയിപ്പോയി, പക്ഷെ അതിങ്ങനെ തന്നെ പറയണം, ഒന്നിച്ച് തന്നെ എഴുതണം. EOS 08. ഇന്ത്യൻ ബഹിരാകാശ സംഘടന ISRO EOS 08 എന്ന ഭൗമനിരീക്ഷണ ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചത് 2024 ഓഗസ്റ്റ് 16. ഡേറ്റ് സഹിതമായിരുന്നു ഓപ്ഷനകത്ത്. അതിന് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO EOS 08 ഭൗമനിരീക്ഷണ ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചത് 2024 ഓഗസ്റ്റ് 16. ഇന്തോനേഷ്യയിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ തലസ്ഥാന നഗരത്തിന്റെ പേര് നുസാന്തര. അത് ഇന്തോനേഷ്യയുടെ പുതിയ തലസ്ഥാനം ഏതാണ്? നുസാന്തര. നേരത്തെയുള്ള തലസ്ഥാനം മാറിയിട്ടുണ്ട്, അതിന്റെ പേരെന്താണ്? നുസാന്തര. അത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ അത് തലസ്ഥാനമായിട്ടുണ്ട്. അന്നത്തെ ക്വസ്റ്റിനകത്ത് അങ്ങനെ വന്നേ. ഇന്തോനേഷ്യയുടെ പുതിയ തലസ്ഥാനമാണ് ഏത്? നുസാന്തര. ഇന്തോനേഷ്യ 2 ക്വസ്റ്റിനായി. നേരത്തെ നമ്മൾ കണ്ടു, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്തോ ആയിരുന്നു നമ്മുടെ 2025 റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യാതിഥി. അവിടുത്തെ തന്നെ തലസ്ഥാന പേര് മാറ്റുന്നു. തലസ്ഥാനം പുതിയത് മാറ്റി, പേര് നുസാന്തര എന്ന്. ഇനി 2025 ലോക ജലദിനത്തിന്റെ പ്രമേയം ഹിമാനി സംരക്ഷണം. 2025 ലോക ജലദിനത്തിന്റെ പ്രമേയം ഹിമാനി സംരക്ഷണം. ഹിമാനികളുടെ സംരക്ഷണത്തിന്റെ വർഷമാണ് 2025 വർഷം. സഹകരണ വർഷം, കോണ്ടൻ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വർഷം, അന്താരാഷ്ട്ര ഹിമാനികളുടെ സംരക്ഷണ വർഷം അല്ലേ ഒക്കെ ഉണ്ട്. അതിന് 2025 ലോക ജലദിനം എന്നാണ്? മാർച്ച് 21, 22, 23, 24 നിങ്ങൾ കോഡ് പഠിക്കും. വനദിനം, ജലദിനം, കാലാവസ്ഥാ ദിനം, ക്ഷയരോഗ ദിനം എന്ന് പഠിക്കും. അന്നേരം മാർച്ച് 22 എന്തൊരു ദിനം? ലോക ജലദിനത്തിന്റെ പ്രമേയം ഹിമാനികളുടെ സംരക്ഷണം. ഞാൻ നേരത്തെ പറഞ്ഞു, ജലവിഭവം മന്ത്രിയെ ചോദിക്കാൻ കാരണം ആ മാസത്തിലായിരുന്നു ചോദിച്ചത്. അത് റോഷി അഗസ്റ്റിനായിരുന്നു. അന്നേരം ഇത് നോക്കിയേ, 2025 ലോക ജലദിന പ്രമേയം ഹിമാനികളുടെ സംരക്ഷണം. ഹിമാനികളുടെ എന്നല്ല, ഹിമാനി സംരക്ഷണം. ഗ്ലേസിയേഴ്സ്, ഹിമാനി സംരക്ഷണം. ഇനി 2024 ജൂലൈ 27 വിത്ത് ഡേറ്റ് സഹിതമാണ് ക്വസ്റ്റിനകത്ത് വന്നിരിക്കുന്നത്. 2024 ജൂലൈ 27 സംഘടിപ്പിക്കപ്പെട്ട നീതി ആയോഗിന്റെ ഗവേണിംഗ് കൗൺസിലിന്റെ 9ാം യോഗത്തിന്റെ പ്രധാന വിഷയം വികസിത് ഭാരത് അറ്റ് 2047. 2047 ആകുമ്പോഴത്തേക്കിന് ഇന്ത്യ വികസിക്കണമെന്നാണ് നമ്മുടെ ഒരു രാഷ്ട്രപതി. ഇന്ത്യ കണ്ട ഏറ്റവും നല്ലൊരു രാഷ്ട്രപതികളിൽ ഒരു വ്യക്തിയാണ് APJ അബ്ദുൾ കലാം. അദ്ദേഹം പറഞ്ഞു 2020 ഇന്ത്യ ഡെവലപ്ഡ് നേഷൻ ആവുമെന്ന്. ആയിട്ടില്ല. നാണ്ട് നോക്കിക്കോ, 2024 ജൂലൈ 27 സംഘടിപ്പിക്കപ്പെട്ട നീതി ആയോഗിന്റെ ഗവേണിംഗ് കൗൺസിലിന്റെ 9ാം യോഗത്തിന്റെ പ്രധാന വിഷയം വികസിത് ഭാരത് അറ്റ് 2047. ഓക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2025 ജനുവരി 29 ക്വസ്റ്റ്യനകത്ത് ഡേറ്റ് സഹിതമാണ് അവർ ഇടുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 2025 ജനുവരി 29 GSLV F-15 ലോഞ്ചിങ് വെഹിക്കിൾ ഉപയോഗിച്ച് ISRO അതിന്റെ 100ാമത്തെ നേതൃത്വത്തിൽ വിക്ഷേപിച്ച ഉപഗ്രഹത്തിന്റെ പേര് NVS-02. ISROയുടെ എത്ര ക്വസ്റ്റ്യനായി നോക്കുകയും. ഇന്ത്യൻ പ്രതിരോധ മേഖല വളരെ ശക്തമാണ് അല്ലേ? അന്നേരം നോക്കുക, 2025 ജനുവരി 29 GSLV F-15 ലോഞ്ചിങ് വെഹിക്കിൾ ഉപയോഗിച്ച് ISRO അതിന്റെ 100ാമത്തെ നേതൃത്വത്തിൽ വിക്ഷേപിച്ച ഉപഗ്രഹത്തിന്റെ പേര് NVS-02. ഒന്നുകൂടെ നോക്കിയ ക്വസ്റ്റ്യൻ. 25 ജനുവരി 29 GSLV F-15 ലോഞ്ചിങ് വെഹിക്കിൾ ഉപയോഗിച്ച് ISRO അതിന്റെ 100ാമത്തെ നേതൃത്വത്തിൽ, അതും പ്രാധാന്യമാണ്, 100ാമത്തെ നേതൃത്വത്തിൽ വിക്ഷേപിച്ച ഉപഗ്രഹത്തിന്റെ പേര് NVS-02 എന്നുള്ളതാണ്. അത് നമ്മുടെ ഭാവിയിലെ GK കൂടാണ്. 100ാമത്തെ ദൗത്യം NVS-02. 100ാമത്തെ ദൗത്യത്തിന്റെ ഉപഗ്രഹത്തിന്റെ പേര് എന്ന് ചോദിച്ചാൽ എത്രയാണ്? NVS-02. ഓക്കെ, GK ഭാവി GK ആണിത്.
അടുത്തത് 2025 ഫെബ്രുവരിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സുരക്ഷാ ഉച്ചകോടി നടന്ന നഗരം. 2025 ഫെബ്രുവരിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സുരക്ഷാ ഉച്ചകോടി നടന്ന നഗരം എവിടാണ്? പാരീസ് ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സുരക്ഷാ ഉച്ചകോടി നടന്ന നഗരം എവിടാണ്? പാരീസ്. AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സുരക്ഷാ ഉച്ചകോടി നടന്ന നഗരം എവിടാണ്? പാരീസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വായ്പാ തുക തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിന്റെ പേരിൽ തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിന്റെ പേരിൽ കുടുംബങ്ങളെ അവരുടെ ഒരേ ഒരു വാസസ്ഥലത്ത് നിന്ന് ഒഴിവാക്കുന്നത് തടയാനായി കേരള നിയമസഭ 2025 ഒക്ടോബർ പാസാക്കിയ ബില്ലിന്റെ പേര് കേരള സിംഗിൾ ഡെല്ലിംഗ് പ്രോട്ടോകോൾ. ബിൽ 2025, മലയാളത്തിൽ ഏകകിടപ്പാട സംരക്ഷണ ബില്ല് 2025. ഇങ്ങനെ തന്നെ ഓപ്ഷനിൽ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഇംഗ്ലീഷും മലയാളം ഓപ്ഷൻ അതുണ്ടായിരുന്നു. അതിനെ നോക്കിയേ, ക്വസ്റ്റ്യൻ ഇത്തിരി നല്ല ഡീപ്പാണ്. വായ്പാ തുക തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിന്റെ പേരിൽ കുടുംബങ്ങളെ അവരുടെ ഒരേ ഒരു വാസസ്ഥലത്ത് നിന്ന് ഒഴിവാക്കുന്നത് തടയുന്നതിനായി കേരള നിയമസഭ 2025 ഒക്ടോബർ പാസാക്കിയ ബില്ലിന്റെ പേര് ഏകകിടപ്പാട സംരക്ഷണ ബില്ല്. ഏകകിടപ്പാട സംരക്ഷിക്കുന്ന ബില്ല് 2025, അല്ലെങ്കിൽ അതിനെ മറ്റൊരു തരത്തിൽ കേരള സിംഗിൾ ഡ്വെല്ലിംഗ് പ്രോട്ടോകോൾ ബിൽ 2025. കേരള സിംഗിൾ ഡ്വെല്ലിംഗ് പ്രോട്ടോകോൾ 2025. സമാധാനം ഒരു മലയാളം കൂടെ തന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള സിനിമ ഉള്ളൊഴുക്ക്. അത് ക്വസ്റ്റ്യൻ എഴുതി വന്നപ്പോൾ റിപ്പീറ്റഡ് ആയി കണ്ടപ്പോൾ അങ്ങ് എഴുതി പോയെന്നേ ഉള്ളൂ. അന്നേരം ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണെന്ന് മനസ്സിലായേ. അതിന് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച സിനിമ 71ാമത് ഏതാണ്? ഉള്ളൊഴുക്ക്. 2025 ഫിഡെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ദിവ്യ ദേശ്മുഖ്. 2025 ഫിഡെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം ആർക്കാണ്? ദിവ്യ ദേശ്മുഖ്. 2025 ഒരു 0 കൂടി പോയെന്നേ ഉള്ളേ. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഇന്ത്യ. ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യക്കാണ്, ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഇന്ത്യ. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഇന്ത്യ എവിടെ വെച്ച് നടന്നു, ആരെ തോപ്പിച്ചു എന്നൊക്കെ നമ്മളെ മറ്റേ വീഡിയോയിൽ കിടപ്പുണ്ട്. 2025 ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സിന് അത് കിടപ്പുണ്ട്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണനാണ്. ഓക്കെ, അതിന് ഫിഡെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ദിവ്യ ദേശ്മുഖ്. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീട ജേതാക്കൾ ഇന്ത്യ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിൻകര. നേരത്തെ നമ്മൾ വിഴിഞ്ഞം തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിച്ച കണ്ടു. അതാണ്ട് വീണ്ടും ആ വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് എവിടാണ്? നെയ്യാറ്റിൻകര താലൂക്ക്. 2024 സാഹിത്യ നോബൽ ഹാൻകാങ്. 2024, 25 പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നമ്മുടെ നേരത്തെ വീഡിയോയിൽ കിടപ്പുണ്ട്. 2024 സാഹിത്യ നോബൽ ലഭിച്ച വ്യക്തി ഹാൻകാങ്. അന്നേരം 24 മിക്കവാറും എല്ലാ നോബലും ആയി കഴിഞ്ഞു ഇല്ലയോ? കെമിസ്ട്രി കണ്ടു, ഭൗതികം കണ്ടു, വൈദ്യശാസ്ത്രം കണ്ടു, സാഹിത്യം കണ്ടു. അതാണ്ടേ അന്നേരം ഇതിനകത്ത് ഇനി സാമ്പത്തികം മാത്രമേ ഉള്ളൂ 2024 വരാനുള്ളത്. അതിന് 2024 സാഹിത്യ നോബൽ ലഭിച്ച വ്യക്തി ഹാൻകാങ്. ആർക്കാണ്? ഹാൻകാങ്. ഇനി വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കാക്കി 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായത് MR രാഘവാര്യർ. നമ്മൾ 2024 കേരള ജ്യോതി പുരസ്കാരം 2 പേർക്ക് നമ്മൾ കണ്ടു. അതുകൊണ്ട് അടുത്ത നോക്കിക്കേ, വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കാക്കി 2025 കേരള ജ്യോതി പുരസ്കാരം MR രാഘവാര്യർ. പ്രഖ്യാപിച്ച ഉടനെ തന്നെ ക്വസ്റ്റ്യൻ കയറി ചോദിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മേഖല വിദ്യാഭ്യാസ മേഖല. ഏതാണ്? വിദ്യാഭ്യാസ മേഖല. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കാക്കി 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MR രാഘവാര്യർക്കാണ്. അമൃതകാലം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2023-24 കേന്ദ്ര ബഡ്ജറ്റ്. വർഷം നോക്കുക, 23-24. 2024-25 കഴിഞ്ഞു ഇല്ലേ? ഏതാണ്ട് അതിനു മുമ്പ് അമൃതകാലം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2023-24 കേന്ദ്ര ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അടുത്ത കാലത്ത് വാർത്തകളിൽ ഇടം പിടിച്ച ടെസ്ല എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈദ്യുത കാർ നിർമ്മാണം. അടുത്ത കാലത്ത്
വാർത്തകൾ ഇടം പിടിച്ച ടെസ്ല എന്ന കമ്പനി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈദ്യുത കാർ നിർമ്മാണം. ടെസ്ലയെ മുൻഗണന അടുത്ത കമ്പനി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കറണ്ട് അഫയേഴ്സിനകത്ത് കിട്ടും അതൊക്കെ. ഇനി നമ്മുടെ വരും വീഡിയോകളിലുണ്ട് അതൊക്കെ. അന്നേരം അടുത്ത കാലത്ത് വാർത്തകൾ ഇടം പിടിച്ച ടെസ്ല എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈദ്യുത കാർ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നോക്കിയേ, 2023 19 കേന്ദ്ര ഗവൺമെന്റ് വകുപ്പുകളിലെ 42 കേന്ദ്ര നിയമനങ്ങളിലെ 183 വകുപ്പുകൾ ഭേദഗതി വരുത്തി ചെറിയ തരത്തിലുള്ള ചട്ടങ്ങൾ ലംഘിക്കുന്നതിനുള്ള ശിക്ഷ കുറയ്ക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ബിൽ ജൻ വിശ്വാസ് ബിൽ. ക്വസ്റ്റ്യന്റെ പോക്ക് നിങ്ങളൊന്ന് നോക്കിയേ. 2023 19 കേന്ദ്ര ഗവൺമെന്റ് വകുപ്പുകളിലെ 42 കേന്ദ്ര നിയമങ്ങളിലെ 183 വകുപ്പുകൾ ഭേദഗതി വരുത്തി. 2023 19 കേന്ദ്ര ഗവൺമെന്റ് വകുപ്പുകളിലെ 19 കേന്ദ്ര ഗവൺമെന്റ് വകുപ്പുകളിലെ 43 കേന്ദ്ര നിയമങ്ങളിലെ 183 വകുപ്പുകൾ ഭേദഗതി വരുത്തി ചെറിയ തരത്തിലുള്ള ചട്ടലംഘനങ്ങൾക്കുള്ള ശിക്ഷ കുറയ്ക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ബില്ല് ജൻ വിശ്വാസ് ബിൽ. ക്വസ്റ്റ്യൻ നോക്കി, ഇതെങ്ങാനും തിരിച്ചു വന്നാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കേ. എത്ര കേന്ദ്ര ഗവൺമെന്റ് വകുപ്പാ? 12 കേന്ദ്ര ഗവൺമെന്റ് വകുപ്പുകളിലെ എത്ര നിയമങ്ങളിലെ? 42 കേന്ദ്ര നിയമങ്ങളിലെ 183 വകുപ്പുകൾ ഭേദഗതി വരുത്തി ചെറിയ തരത്തിലുള്ള ചട്ടങ്ങൾ ലംഘിക്കുന്നതിനുള്ള ശിക്ഷ കുറയ്ക്കുന്നതിന്. ചെറിയൊരു സംഭവമാണ് അവരോട് ചെയ്തു വെച്ചിരിക്കുന്നത്. ചെറിയ തരത്തിലുള്ള ചട്ടങ്ങൾ ലംഘിക്കുന്നതിനുള്ള ശിക്ഷകൾ കുറയ്ക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ബില്ലിന്റെ പേര് ജൻ വിശ്വാസ് ബില്ല്. എന്റെ ക്വസ്റ്റ്യന്റെ പോക്ക് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനുകൾ എല്ലാ ക്വസ്റ്റ്യനും ഓരോ ക്വസ്റ്റ്യൻ കറണ്ട് അഫയേഴ്സ് കാണുമ്പോൾ നമ്മൾ എടുത്തു കളയുക മാത്രമല്ല ചെയ്യേണ്ടുന്നത്. കണ്ടു, കറണ്ട് അഫയേഴ്സ് കണ്ടു, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മാത്രം അത് ഫോക്കസ് ചെയ്യാതെ അത് എങ്ങനെ ചോദിച്ചു എന്നുള്ളതും കൂടെ ഒന്ന് നോക്കുക. അതാണ് അവിടുത്തെ പ്രാധാന്യം. ദേശീയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ക്വസ്റ്റ്യനകത്ത് അങ്ങനെ കിടന്നുകൊണ്ട് അങ്ങനെ അടിച്ചു വന്നതേ ഉള്ളൂ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ ഗോത്ര ജനതയ്ക്ക് 100 തൊഴിൽ ദിനങ്ങൾക്ക് പുറമെ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുന്ന കേരള ഗവൺമെന്റ് പദ്ധതിയുടെ പേര് കേരള ട്രൈബൽ പ്ലസ്. ഇപ്പൊ ഇത് മൊത്തത്തിൽ അങ്ങ് മാറിയിരിക്കുകയാണ് അല്ലേ? PBGRAMG. അതായത് ഏകദേശം ഡിസംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സിനകത്ത് ആര് ചെയ്യുന്നു? ആരാണോ ആ കറണ്ട് അഫയേഴ്സ് ചെയ്യുന്നത് അതിനകത്ത് നമ്മളത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. PBGRAMG. ഓക്കെ, അതിനാൽ മൊത്തം അങ്ങ് മാറി. അതിനു മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യനാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ ഗോത്ര ജനതയ്ക്ക്, എടുത്തു നോക്കുക, നോട്ട് ചെയ്ത് നോക്കുക, കേരളത്തിലെ ഗോത്ര ജനതയ്ക്ക് 100 തൊഴിൽ ദിനങ്ങൾക്ക് പുറമെ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുന്ന കേരള ഗവൺമെന്റ് പദ്ധതിയുടെ പേര് കേരള ട്രൈബൽ പ്ലസ്. കേരള ട്രൈബൽ പ്ലസ്. സൈബർ ലോകത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ കുട്ടികളെ സജ്ജരാക്കാൻ കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതി കൂട്ട്. സൈബർ ലോകത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ കുട്ടികളെ സജ്ജരാക്കാൻ കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഇത്, കൂട്ട് പദ്ധതി. ഇനി 2025 ONV പുരസ്കാരം പ്രഭാവർമ്മ. മുമ്പേ നമ്മളൊന്ന് കണ്ടായിരുന്നു, പ്രഭാവർമ്മയുടെ പുസ്തകമൊക്കെ നമ്മൾ കണ്ടു അല്ലേ? സരസ്വതി സമ്മാനം ലഭിച്ചത്. അതിന് 2025 ONV പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? പ്രഭാവർമ്മയാണ്. ഈ 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി. റീസെന്റ് വന്നതാണ്, അത് ചോദിച്ചു കഴിഞ്ഞു. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുസ്താഖ്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരിയാണ് ബാനു മുസ്താഖ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഉച്ചകോടി 2025 ഒക്ടോബർ 13 നടന്നത്. ആ ഡേറ്റും വർഷവും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2025 ഒക്ടോബർ 13 നടന്നത് ഈജിപ്തിലെ ഷരം അൽ ഷൈഖിൽ. ഈജിപ്തിലെ ഷരം അൽ ഷൈഖിൽ. അന്നേരം ഗാസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഉച്ചകോടി 2025 ഒക്ടോബർ 13 നടന്നത് ഈജിപ്തിലെ ഷരം അൽ ഷൈഖിലാണ് നടന്നിരിക്കുന്നത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, അത് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചു, അതിന്റെ അധ്യക്ഷൻ
US പ്രസിഡന്റായ ട്രംപും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന അബ്ദുൾ ഫത്ത അൽ സിസി. എന്നിട്ട് ഈജിപ്ഷ്യന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ പേര് അബ്ദുൾ ഫത്ത അൽ സിസി. ഇത് രണ്ട് നെക്സ്റ്റ് അടുപ്പിച്ചടുപ്പിച്ച് ചോദിച്ച ക്വസ്റ്റ്യനുകളാണ്. രണ്ടും കൂടെ ഒന്നിനകത്ത് തന്നേ ഉള്ളൂ. എന്നിട്ട് നോക്കിയേ, ഗാസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഉച്ചകോടി 2025 ഒക്ടോബർ 13 നടന്നത് ഈജിപ്തിലെ ഷരം അൽ ഷൈഖിലാണ്. അധ്യക്ഷന്മാർ ട്രംപും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്ത അൽ സിസിയും തമ്മിൽ. 2025 വയലാർ സാഹിത്യ പുരസ്കാരം സന്തോഷ് കുമാർ. നമ്മൾ 24 ഒരെണ്ണം കണ്ടു. 25 വയലാർ സാഹിത്യ പുരസ്കാരം ആർക്കാണ്? സന്തോഷ് കുമാർ. 2025 വയലാർ സാഹിത്യ പുരസ്കാരം സന്തോഷ് കുമാർ. 2025 ഇന്ത്യയുടെ G20 പ്രസിഡൻസിയുടെ പ്രമേയം. 2023 ഇന്ത്യയുടെ G20 പ്രസിഡൻസിയുടെ പ്രമേയം. അതാ നോക്കിയേ, ബ്രാക്കറ്റിൽ ആ വർഷം കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ G20 പ്രസിഡൻസിയുടെ പ്രമേയം 2023 ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി. ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്നുള്ളതാണ് 2023 G20 പ്രസിഡൻസിയുടെ ഇന്ത്യയുടെ പ്രമേയം. ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി. അന്നേരം നമ്മുടെ ഇവിടെ പ്രമേയം കണ്ടു, 24 വേദി കണ്ടു, 25 വേദിയും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇനി 2025 രസതന്ത്ര നോബൽ. 25 മുമ്പേ നമ്മൾ കണ്ട 24. ഇത് നോക്കി, 25 രസതന്ത്ര നോബൽ സുസുമി കിറ്റഗാവോ, ഒമർ യാഗി, റിച്ചാർഡ് റോബ്സൺ. സുസുമി കിറ്റഗാവോ, ഒമർ യാഗി, റിച്ചാർഡ് റോബ്സൺ. സുസുക്കി, ഒമർ, റിച്ചാർഡ്. അങ്ങനെയെങ്കിൽ ഓർത്ത് നോക്കുക. സുസുമി കിറ്റഗാവോ, ഒമർ യാഗി, റിച്ചാർഡ് റോബ്സൺ എന്നിവർക്കാണ് 2025 രസതന്ത്ര നോബൽ കിട്ടിയിരിക്കുന്നത്. നോക്കൂ, ഈ പരീക്ഷകൾ റിപ്പീറ്റ് ചെയ്ത് നോബൽ മൊത്തം പഠിച്ചു വെച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് UNEP പരിസ്ഥിതി പുനഃസ്ഥാപന ദശാബ്ദമായി ആചരിക്കുന്നു. UNEP യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാം പരിസ്ഥിതി പുനഃസ്ഥാപന ശതാബ്ദം 10 വർഷം 2021 മുതൽ 2030 വരെ. UNEP പരിസ്ഥിതി പുനഃസ്ഥാപന ദശാബ്ദമായി ആചരിക്കുന്നത് 2021 മുതൽ 2030 വരെ. UNEP ആണ് സംഘടന, ഓർത്തു നോക്കുക. UNEP UN അല്ല, UN ആചരിക്കുന്നുണ്ട്. ഇത് UNEP പരിസ്ഥിതി പുനഃസ്ഥാപന ശതാബ്ദമായി ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ 2021 മുതൽ 2030 വരെ. ഇനി സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം തെലങ്കാന. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ എന്താണ് സൗജന്യ യാത്ര ഉറപ്പാക്കുന്ന മഹാലക്ഷ്മി സ്കീം. എന്താണ് മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം തെലങ്കാന. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി കാരിച്ചാൽ ചുണ്ടനാണ്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആരാണ്? കാരിച്ചാൽ ചുണ്ടൻ. ഇനി ശുക്ര പര്യവേഷണങ്ങൾ നടത്തുന്നതിനായി ISI തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേര്. ISI ശുക്ര പര്യവേഷണങ്ങൾ നടത്തുന്നതിനായി ISI തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേര് വീനസ് ഓർബിറ്റർ മിഷൻ. ശുക്ര പര്യവേഷണങ്ങൾ നടത്തുന്നതിനായി ISI നടത്തുന്ന ദൗത്യത്തിന്റെ പേരെന്താണ്? വീനസ് ഓർബിറ്റർ മിഷൻ. 2024 ഓഗസ്റ്റിൽ സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ പ്രകാരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് തിരുവനന്തപുരം നോർത്ത്. ഏത് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരാണ്? കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് തിരുവനന്തപുരം നോർത്ത്. 2024 ഓഗസ്റ്റില് സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ പ്രകാരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് തിരുവനന്തപുരം നോർത്ത് എന്നാണ്. തിരുവനന്തപുരം നോർത്ത് ഉണ്ടായിരുന്നു, തിരുവനന്തപുരം സൗത്ത് ഉണ്ടായിരുന്നു, തിരുവനന്തപുരം സെൻട്രലും ഉണ്ടായിരുന്നു ഓപ്ഷനകത്ത്. അന്നേരം കൊച്ചുവേളിയുടെ പുതിയ പേര് നോർത്ത്, തിരുവനന്തപുരം നോർത്ത്. ഈ 2024 സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട, വിഴിഞ്ഞത്തിന്റെ ക്വസ്റ്റ്യൻ അടുത്തത് നോക്കിയേ. 2024 സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ദക്ഷിണേന്ത്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്ക് കപ്പൽ. അതിനകത്ത് ദക്ഷിണേന്ത്യയിൽ ഇതുവരെ വന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ ഏതെന്ന് ചോദിച്ചാൽ MSC ക്ലോഡ് ഗിറാഡെറ്റ്. MSC ക്ലോഡ് ഗിറാർഡെറ്റ്
MSc ക്ലോഡ് ഗിറാഡറ്റ്. പഠിച്ചു വെച്ചിരിക്കുക. 2024 സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ദക്ഷിണേന്ത്യയിൽ ഇതുവരെ വന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ കപ്പലാണ് ഇത്, MSc ക്ലോഡ് ഗിറാഡറ്റ്. MSc ക്ലോഡ് ഗിറാഡറ്റ് എന്ന കപ്പൽ, ചരക്ക് കപ്പൽ. ലോക സുസ്ഥിര വികസന ഉച്ചകോടി 2025, വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സമ്മിറ്റ് 2025 WSDS നടന്നത് ഇന്ത്യയിലാണ്. ഇതിന് ഷോർട്ട് ഫോം ഒരു തന്നിട്ടുണ്ട്. ലോക സുസ്ഥിര വികസന ഉച്ചകോടി 2025 നടന്ന രാജ്യം എവിടാണ്? ഇന്ത്യയാണ്. 2025 ആഗസ്റ്റ് മുതൽ അമേരിക്ക ഇന്ത്യയിലെ കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി നിരക്ക് എത്ര ശതമാനം? 50%. ഓക്കെ, അന്നേരം 2025 ആഗസ്റ്റ് മുതൽ അമേരിക്ക ഇന്ത്യയിലെ കയറ്റുമതികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി നിരക്ക് എത്ര ശതമാനമാണ്? 50%. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. നെക്സ്റ്റ്, നമ്മളത് ചോദിച്ച ക്വസ്റ്റ്യനുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അതിന്റെ വ്യാപ്തി എന്താണെന്നുള്ളത്. ഇനി ഇന്ത്യയിൽ ഇപ്പോഴത്തെ സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാൻ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സംയുക്ത സൈനിക മേധാവി ആരാണ്? ജനറൽ അനിൽ ചൗഹാൻ ആണ്. ഇപ്പോഴത്തെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ, കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ. ഇപ്പോഴത്തെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ. 2021 വർഷം ഇത്തിലൂടെ പുറകോട്ട്, 2021 മലേറിയ തടയുന്നതിനായി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ച വാക്സിൻ മോസ്ക്യൂ റിസ്ക്. വാക്സിൻ 3 എണ്ണമായേ. അടുത്ത വാക്സിനാണ്, അത് ഇച്ചിലൂടെ പുറകോട്ടുള്ള കറണ്ട് അഫയേഴ്സും കൂടാണ്. അങ്ങനെ 2025 നടന്ന പരീക്ഷയ്ക്ക് ഏത് വർഷത്തെ കറണ്ട് അഫയേഴ്സും കൂടെ 2021. 2021 മലേറിയ തടയുന്നതിനായി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആരംഭിച്ച വാക്സിൻ അംഗീകരിച്ച വാക്സിനാണ് ഇത്, മോസ്ക്യൂ റിസ്ക്. മലേറിയ കൊതുകുജന്യ രോഗമാണ് മോസ്ക്യൂ റിസ്ക്. ഒരു റിസ്ക് പിടിച്ച രോഗം കൂടാണ് മലേറിയ, അങ്ങനെ ഓർത്താൽ മതി. മലയിൽ കയറുന്നത് ഒരു റിസ്ക് ആണ്. വാക്സിന്റെ പേര് മറന്നു പോകാതിരിക്കാൻ പറഞ്ഞു എന്നുള്ളതുള്ളൂ. മോസ്ക്യൂ റിസ്ക്. അന്നേരം എവിടെ കയറുന്നതാണ് വാക്സിൻ? ഏത് വാക്സിനാണ്? മലയിൽ കയറുന്ന വാക്സിൻ ഇത്തിരി റിസ്ക് ആണ്, അതും കൊതുക്. മോസ്ക്യൂ റിസ്ക്. അന്നേരം 2021 മലേറിയ തടയുന്നതിനായി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ച വാക്സിനാണ് മോസ്ക്യൂ റിസ്ക് എന്ന വാക്സിൻ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന നോവലിന്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ജൂലൈയിൽ ആചരിച്ചത്? 60. അന്നേരം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന നോവലിന്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ജൂലൈയിൽ ആഘോഷിച്ചത് അല്ലെങ്കിൽ ആചരിച്ചെന്ന് ചോദിച്ചാൽ 60ാമത്. ഓക്കെ, ഇനി 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിന്റെ 50ാമത് ചീഫ് സെക്രട്ടറി. 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിന്റെ 50ാമത് ചീഫ് സെക്രട്ടറി AJ തിലക്. ആരാണ്? AJ തിലക്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ പറ്റാതെ കിടപ്പുണ്ട്, അപ്പുറത്തെ പേജിൽ ഉണ്ടോ എന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. ഇല്ല, ഇവിടെ നമുക്ക് എഴുതാൻ നിവർത്തിയുള്ളൂ. 2024 ജൂലൈ മുതൽ 2024 ജൂലൈ 15 മുതൽ 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി, താണ്ട് ഇവിടെ തൊട്ട് നമുക്ക് ക്വസ്റ്റ്യൻ താണ്ട് ഇങ്ങോട്ടൊന്ന് മാറ്റുകയാണ്. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്നത് വിക്രം മിശ്രി. വിക്രം മിശ്രി. കാരണം ഓർത്ത് നോക്കണം, പാകിസ്ഥാനുമായിട്ടൊക്കെ യുദ്ധം നടക്കുമ്പോൾ ഇവർക്കൊക്കെ പ്രാധാന്യമുള്ളതാണ്. അതിന് മുമ്പേ അനിൽ ചൗഹാനെ പഠിച്ചില്ലേ, അതുപോലെ ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 2024 ജൂലൈ 15 മുതൽ ഡേറ്റ് സഹിതം കിടപ്പുണ്ട്. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്ന വ്യക്തി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യന്റെ ബാക്കി ഇങ്ങോട്ടാണ്. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിശ്രി. 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു വരുന്നത് വിക്രം മിശ്രി. കേരളത്തിന്റെ 50ാമത് ചീഫ് സെക്രട്ടറി AJ തിലക്. ഇനി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന നോവലിന്റെ എത്രാം വാർഷികമാണ് 2025 ജൂലൈയിൽ ആഘോഷിച്ചത് അല്ലെങ്കിൽ ആചരിച്ചെന്ന് ചോദിച്ചാൽ 60ാമത്.
2025 നടന്ന IPL ക്രിക്കറ്റ് ലീഗിൽ തന്റെ ആദ്യ മത്സരത്തിൽ തന്നെ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി ശ്രദ്ധേയനായ മലയാളി ക്രിക്കറ്റർ. IPL ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2025 നടന്ന IPL ക്രിക്കറ്റ് ലീഗിൽ തന്റെ ആദ്യ മത്സരത്തിൽ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി ശ്രദ്ധേയനായ മലയാളി ക്രിക്കറ്റ് താരം വിഘ്നേഷ് പുത്തൂർ. നോക്കിക്കേ, 2025 നടന്ന IPL ക്രിക്കറ്റ് ലീഗിൽ തന്റെ ആദ്യ മത്സരത്തിൽ തന്നെ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി ശ്രദ്ധേയനായ മലയാളി ക്രിക്കറ്റ് താരമാണ് വിഘ്നേഷ് പുത്തൂർ. ഈ 2024 ഏപ്രിൽ UN-ന്റെ കീഴിലെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ അംഗീകാരം നേടിയ തുറമുഖം വിഴിഞ്ഞത്തിന്റെ ക്വസ്റ്റ്യനുകൾ കണ്ടോ, ഇഷ്ടം പോലെ. ക്വസ്റ്റ്യൻ നോക്കിയേ, 2024 ഏപ്രിൽ UN-ന്റെ കീഴിൽ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ അംഗീകാരം നേടിയ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ അംഗീകാരം നേടിയ തുറമുഖത്തിന്റെ പേര് വിഴിഞ്ഞം തുറമുഖം. പുതിയ പാമ്പൻ പാലം പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചത് 2025 ഏപ്രിൽ 6. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് 3 എണ്ണവും ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. 3 അല്ല 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. പാമ്പൻ പാലത്തെ പറ്റി താഴെ പറയുന്നതിൽ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എഴുതുക എന്നുള്ളതാണ്. 4 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സമർപ്പിച്ചത് 2025 ഏപ്രിൽ 6. സമുദ്രനിരപ്പിൽ നിന്ന് 2.5 മീറ്റർ ഉയരം. സമുദ്രനിരപ്പിൽ നിന്ന് എത്ര മീറ്റർ ഉയരം? 2.5 മീറ്റർ ഉയരം. 2.08 കിലോമീറ്റർ നീളം. എത്രയാണ്? 2.08 കിലോമീറ്റർ നീളം. രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം. അന്നേരം പാമ്പൻ പാലത്തെ പറ്റി കറണ്ട് അഫയേഴ്സ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വന്നത് ഇങ്ങനെയൊക്കെയായിരുന്നു. ഒന്നാമത്, പുതിയ പാമ്പൻ പാലം ഇന്ത്യക്ക് സമർപ്പിച്ചത് പ്രധാനമന്ത്രി മോദി സമർപ്പിച്ചത് 2025 ഏപ്രിൽ 6. സമുദ്രനിരപ്പിൽ നിന്ന് 2.5 മീറ്റർ ഉയരം. സമുദ്രനിരപ്പിൽ നിന്ന് എത്ര മീറ്റർ ഉയരം? 2.5 മീറ്റർ ഉയരമാണ്. 2.8 കിലോമീറ്റർ നീളം. ഉയരം 2.5 മീറ്റർ. സമുദ്രനിരപ്പിൽ നിന്ന് ഉയരം 2.5 മീറ്റർ. നീളം എത്രയാണ്? 2.8 കിലോമീറ്റർ ആണ്. നീളം 2.8 കിലോമീറ്റർ ആണ്. രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം. രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലമാണ് ഇത് പാമ്പൻ പാലം. ഒരു സ്റ്റേറ്റ്മെന്റ്. ഇപ്പം തന്നെ നമ്മൾ പരിചയപ്പെട്ട ക്വസ്റ്റ്യനുകളിൽ 2025 ചോദിച്ച പരിചയപ്പെട്ട ക്വസ്റ്റ്യനുകളിൽ എത്രണ്ണം സ്റ്റേറ്റ്മെന്റ് കണ്ടു എന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, നീതി ആയോഗിന്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക. സാമ്പത്തികമല്ല, ആരോഗ്യം. സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഒഡീഷ. നീതി ആയോഗിന്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. ഈ 2025-26 കേന്ദ്ര ബഡ്ജറ്റിൽ നമ്മൾ മുമ്പേ 23-24 കേന്ദ്ര ബഡ്ജറ്റ് ഒന്ന് കണ്ടു. താണ്ടി ഇത് നോക്കിയേ. 2025-26 കേന്ദ്ര ബഡ്ജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? 100 കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു. അതിന് ആ ബഡ്ജറ്റ് മൊത്തം പഠിച്ചെങ്കിൽ എഴുതാൻ പറ്റത്തുള്ളൂ. 2025-26 കേന്ദ്ര ബഡ്ജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? 100 കാർഷിക ജില്ലകളാണ് ഉൾപ്പെടുന്നത്. ആ യോജനയുടെ പേര് പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന. പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന. ഇന്ത്യയിൽ എല്ലാ തിരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്. ഇന്ത്യയിൽ എല്ലാ തിരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ആശയത്തിന്റെ പേര് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ രാംനാഥ് കോവിന്ദ്. ഇന്ത്യയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട എന്താണ്? ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? രാംനാഥ് കോവിന്ദ്. 2028 സമ്മർ ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം ലോസ് ആഞ്ചലസ്.
ഒന്ന് നോക്കിക്കണം ക്വസ്റ്റ്യൻ ചോദിച്ച രീതി. 2028 സമ്മർ ഒളിമ്പിക്സ്, സാധാരണ ഒളിമ്പിക്സ്, 2024 ഒളിമ്പിക്സ് പാരീസ്, 28 ഒളിമ്പിക്സ് ലോസ് ആഞ്ചലസ്. അന്നേരം അവരെ ക്വസ്റ്റ്യൻ ഒന്ന് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയാണ് വിന്റർ ഒളിമ്പിക്സും സമ്മറും ഉണ്ട്. സാധാരണ ഒളിമ്പിക്സ് ഏതാണ്? ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ അത് എന്താണ്? സമ്മർ ഒളിമ്പിക്സ് ആണ്. ഓക്കെ, അതിന് 2028 സമ്മർ ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം ലോസ് ആഞ്ചലസ്. എവിടാണ്? ലോസ് ആഞ്ചലസ് ആണ്. 2024 ലോകാരോഗ്യ ദിന പ്രമേയം. ഇതെനിക്ക് തോന്നുന്നു ചേരുംപടി ചേർക്കാൻ ഒരു കോളത്തിൽ കൊടുത്തിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാൻ അതിന് ഇങ്ങനെ ഒന്ന് മാറ്റി എഴുതുന്നേ ഉള്ളൂ. ചേരുംപടി ചേർക്കാൻ ഒരു കോളത്തിൽ കൊടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒന്ന് മാറ്റി എഴുതിയിട്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ അവാർഡുകളെല്ലാം കൂടെ ചേരുംപടി ചേർക്കാൻ ചോദിച്ചില്ല, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ. 2024 ലോകാരോഗ്യ ദിന പ്രമേയം. ആരോഗ്യ ദിനം നമുക്കറിയാം ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം എന്നാണ്. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. 2024 ചോദിച്ചേക്കുന്നത്. 24 പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. 2024 യോഗാ ദിന പ്രമേയം തനിക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ. യോഗാ ദിനം എന്നാണ്? ജൂൺ 21 യോഗാ ദിനം. അതിന് 2024 യോഗാ ദിന പ്രമേയം തനിക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ. തനിക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ എന്നാണ്. 2025 ഭൗമദിനം. ആ ഓപ്ഷനില് അടുത്ത വന്നേക്കുന്ന 25 ഭൗമദിനം. ഭൗമദിനം ഏപ്രിൽ 22. ഭൗമദിനം എന്താണ്? ഏപ്രിൽ 22. 2025 ഭൗമദിന പ്രമേയം നമ്മുടെ ഊർജം നമ്മുടെ ഭൂമി. നമ്മുടെ ഊർജം നമ്മുടെ ഭൂമി. അടുത്ത 2024 മനുഷ്യാവകാശ ദിന പ്രമേയം. 24 മനുഷ്യാവകാശ ദിനം ഡിസംബർ 10 പ്രമേയം നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ. അന്നേരം 4 ഓപ്ഷൻ അതിനകത്തുണ്ട്. അതിൽ ഒരെണ്ണം മാത്രം 2025 എന്ന് കൊടുത്തിരുന്നു. ബാക്കിയൊക്കെ നോക്കേ. 2024 ലോകാരോഗ്യ ദിന പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നുള്ളതാണ്. 2024 യോഗാ ദിന പ്രമേയം തനിക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ. എന്താണ്? തനിക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ എന്നുള്ളതാണ്. അടുത്തത് ഭൗമദിന പ്രമേയം. അത് വർഷം നോക്കുക, 2025 ഇവിടെ കൊടുത്തിരുന്നത്. 2025 ഭൗമദിന പ്രമേയം നമ്മുടെ ഊർജം നമ്മുടെ ഭൂമി. 2024 മനുഷ്യാവകാശ ദിന പ്രമേയം ഡിസംബർ 10 നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ. നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ. ഇനി 2025 മനുഷ്യാവകാശ ദിന പ്രമേയം ഡിസംബർ 10 മനുഷ്യാവകാശ ദിന വരുന്നത്. അതിനു മുമ്പേ പ്രമേയം ഇത് എവിടെ കിടപ്പണം ഞാൻ ഒന്നുകൂടെ ഒന്ന് സൂചിപ്പിക്കാം. നമ്മുടെ SCERT സിലബസ് 10ാം ക്ലാസ്സിലെ സോഷ്യലിന്റെ ചാപ്റ്ററിനകത്ത് 25 മനുഷ്യാവകാശ ദിന പ്രമേയമുണ്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് 25 പുസ്തകം ഇറങ്ങിയപ്പോൾ എന്ത് കൊടുത്തിരിക്കുന്നത്? 2025 മനുഷ്യാവകാശ ദിന പ്രമേയം കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ ഈ വർഷത്തെ സിലബസ് 2025 പുതിയ സിലബസ് അനുസരിച്ച് 2, 6, 8, 10 ക്ലാസ്സുകളുടെ പുസ്തകം ഇറങ്ങിയിരിക്കുന്നത്. ആ പുസ്തകത്തിൽ സോഷ്യലിന്റെ ഒരു ചാപ്റ്ററിൽ 2025 മനുഷ്യാവകാശ ദിന പ്രമേയം കൊടുത്തിട്ടുണ്ട്. ചോദിച്ചു കഴിയുകയും ചെയ്ത ക്വസ്റ്റ്യൻ. 2025 മനുഷ്യാവകാശ ദിന പ്രമേയം മനുഷ്യാവകാശങ്ങൾ നമ്മുടെ ദൈനംദിന ആവശ്യ വസ്തുക്കൾ. എന്താണ്? മനുഷ്യ അവകാശങ്ങൾ നമ്മുടെ ദൈനംദിന ആവശ്യ വസ്തുക്കൾ എന്നുള്ളതാണ്. അത് 24 ചോദിച്ചു, 25 ചോദിച്ചു, 25 ഇനിയും പ്രതീക്ഷിക്കുക ചോദിക്കുമെന്ന്. 2025 മനുഷ്യാവകാശ ദിന പ്രമേയം മനുഷ്യാവകാശങ്ങൾ നമ്മുടെ ദൈനംദിന ആവശ്യ വസ്തുക്കൾ. അതുപോലെ SCERT സിലബസിനകത്ത് എന്ത് കറണ്ട് അഫയേഴ്സ് 2020 ശേഷം ഇങ്ങോട്ട് ഏതെങ്കിലും ചാപ്റ്ററുകൾ 2020 ബന്ധപ്പെട്ട 20 തൊട്ട് 25 വരെ ബന്ധപ്പെട്ട എന്തെങ്കിലും പോർഷനുകൾ ഉണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സ് ആയിട്ട് അത് പഠിച്ചു നോക്കുക. തീർച്ചയായും പരീക്ഷയ്ക്ക് അത് ചോദിച്ചിരിക്കും. ഇപ്പൊ തന്നെ ഉദാഹരണം കണ്ടേ. ഈ 2025 ലോകാരോഗ്യ ദിന പ്രമേയം 24 ചോദിച്ചു. 24 ലോകാരോഗ്യ ദിന പ്രമേയം ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രത്യാശയുള്ള ഭാവികൾ. ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രത്യാശയുള്ള ഭാവികൾ എന്നുള്ളതാണ് 2025 ലോകാരോഗ്യ ദിന പ്രമേയം. ഏത് വർഷം? 2025 ലോകാരോഗ്യ ദിന പ്രമേയം എന്തെന്ന് ചോദിച്ചാൽ ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രത്യാശയുള്ള ഭാവികൾ. ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രത്യാശയുള്ള ഭാവികൾ. ഇനി 2025 യോഗാ ദിന പ്രമേയം നോക്കിക്കോണേ. എത്ര പ്രമേയങ്ങൾ വന്നു? 25 യോഗാ ദിന പ്രമേയം ഒരു ഭൂമി ഒരാരോഗ്യം.
24-ലെയും ചോദിച്ചു. അടുത്ത 25-ലെ ഒരു ഭൂമി ഒരാരോഗ്യം. അതായത് 2025 നടന്ന പരീക്ഷകൾക്ക് 24-ലെ പ്രമേയങ്ങളും 25-ലെ പ്രമേയങ്ങളും ചോദിച്ചിട്ടുണ്ട്. അതിന് 2025-ലെ യോഗാദിന പ്രമേയം എന്താണ്? ഒരു ഭൂമി ഒരാരോഗ്യം. ഇനി കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. അതായത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്തെ ക്വസ്റ്റ്യനുകളിൽ ഒരു ക്വസ്റ്റ്യനിൽ വന്നതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. അതായത് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളുടെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ, പഞ്ചായത്ത് സ്ഥാപനങ്ങളുടെ എല്ലാം ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ആ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? എ ഷാജഹാൻ ആണ്. ആരാണ്? എ ഷാജഹാൻ. മുമ്പേ നമ്മൾ കേന്ദ്രത്തിന്റെ കണ്ടായിരുന്നു ജ്ഞാനേഷ് കുമാറിനെ. അടുത്ത ക്വസ്റ്റ്യൻ, 2025-ലെ വനിതാ കമ്മീഷൻ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് അത് മാറാതിരിക്കാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ ചോദിച്ചത്. 2025-ലെ കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷൻ പി സതീദേവി. 2025-ലെ കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? പി സതീദേവിയാണ്. ഇനി RBIയുടെ അകത്തും പുറത്തും, RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതികൾ ഏതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, RBIയുടെ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതികൾ ഏതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്? സാരഥി, പ്രവാഹം. സാരഥി ഉണ്ട്, പ്രവാഹമുണ്ട്. ഓക്കെ, അന്നേരം സാരഥി, പ്രവാഹം. അന്നേരം RBIയുടെ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതികളാണ് സാരഥിയും പ്രവാഹം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇത് 25-ൽ ചോദിച്ചതല്ല, 26-ൽ ചോദിച്ചതാണ്. ഞാൻ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത സമയത്ത് ഒരു പരീക്ഷ നടന്നായിരുന്നു. ആ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. അതായത് 003/2026, അതായത് 2026-ലെ മൂന്നാമത് നടത്തുന്ന PSCയുടെ ജനുവരി മാസം നടന്ന പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യനാണ്. അത് എഴുതിയപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടുകൊണ്ട് ഒരു കൗതുകത്തിന് എഴുതിയിട്ടതാണ്. ക്വസ്റ്റ്യൻ തെറ്റാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. ഒന്ന് നോക്കി, ക്വസ്റ്റ്യൻ വായിച്ച് നോക്കേ. 2025-ലെ ICC വനിതാ ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യയെ ഫൈനലിലേക്ക് നയിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം. നോക്കി വേണം അവിടെ ആൻസർ എഴുതാനായിട്ട്. ക്വസ്റ്റ്യൻ 2026-ലോട്ട് കയറിയതുള്ള ക്വസ്റ്റ്യൻ ചേഞ്ച് ചെയ്ത് വന്നിരിക്കുന്നത് നോക്കിയേ. 2025-ലെ ICC വനിതാ ലോകകപ്പ് സെമി ഫൈനലിൽ, ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യയെ ഫൈനലിലേക്ക് നയിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ജമീമ റോഡ്രിഗസ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ആരാണ്? ജമീമ റോഡ്രിഗസ് എന്ന വ്യക്തിയാണ്. ജമീമ റോഡ്രിഗസ് എന്ന് പറഞ്ഞാൽ ഈ സ്പോർട്സുമായി ബന്ധമില്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സെമി ഫൈനൽ ഒന്നും നോക്കത്തില്ല, ഫൈനലിൽ നയിച്ചത് നമ്മുടെ ആരാണ്? ഹർമൻപ്രീത് കൗർ എഴുതി വെക്കും. പിന്നെ ഇത്രയോടെ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെ ഷെഫാലി വർമ്മയുടെ പേര് എഴുതും. കാരണം പ്ലെയർ ഓഫ് ദി ടൂർണമെന്റും ഒക്കെ ഷെഫാലി വർമ്മ, പ്ലെയർ ഓഫ് ദി മാച്ച് ദീപ്തി ശർമ്മ, അങ്ങനെ പലതും ഉണ്ട്. ഏറ്റവും കൂടുതൽ വിക്കറ്റ്. അന്നേരം അതൊക്കെ നമ്മൾ പഠിച്ചു വെക്കും. ഈ ഒരു വ്യക്തിയെ ചിലപ്പോൾ നമ്മൾ എഴുതത്തില്ല. ജമീമ റോഡ്രിഗസ് ആ ഒരു പ്ലേ കാണുന്ന ഒരു വ്യക്തി, ആ ക്രിക്കറ്റ് കളി കാണുന്ന ഒരു വ്യക്തി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എഴുതി വെക്കും. അന്നേരം ക്വസ്റ്റ്യൻ്റെ വ്യത്യാസം നോക്കിയോണേ. ക്വസ്റ്റ്യൻ എങ്ങനെ കയറി ചോദിച്ചു എന്നുള്ളത് അറിയാവുന്ന, ആഴത്തിൽ അറിയാവുന്ന ഒരു വ്യക്തിക്ക് മാത്രമാകും ഉത്തരം ശരിയായിട്ട് വരും. ഒറ്റയടിക്ക് കയറി ആ ഹർമൻപ്രീതിനെ കറുപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കും. ക്വസ്റ്റ്യൻ കൗതുകം കൊണ്ടെടുത്തിട്ടെന്നേ ഉള്ളൂ. അന്നേരം നമ്മളിവിടെ ഇപ്പോൾ എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യൻ 2026-ലെ 003/2026-ലെ ക്വസ്റ്റ്യനാണ് എഴുതിയിട്ടിരിക്കുന്നത്. അന്നേരം ICC വനിതാ ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യയെ ഫൈനലിലേക്ക് നയിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ജമീമ റോഡ്രിഗസ്. തന്നെയല്ല, ICC വനിതാ ലോകകപ്പിനെ പറ്റി നമ്മുടെ ഈ 2025-ലെ ഇമ്പോർട്ടൻ്റ് കറണ്ട് അഫയേഴ്സിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക. പിന്നെ നമ്മളിപ്പോൾ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ 2025-ലെ നടന്ന PSC പരീക്ഷകൾക്ക് നടന്ന നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റ്യനുകളാണ്. കുറേയൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യനുകളുണ്ട്, അതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, ആഴത്തിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അന്നേരം ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം അതിൻ്റെ രീതിയും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് എന്ത് പഠിക്കുന്നു അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിക്കുക എന്നുള്ളത്. എവിടുന്ന് ഏത് രീതിയിൽ വരുമെന്ന് അറിയാക്കത്തില്ല. നല്ല ടഫ് കോമ്പറ്റീഷനാണ് നടക്കുന്നത്. കറണ്ട് അഫയേഴ്സിന് നല്ല പ്രാധാന്യമുണ്ട്. അപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന 2 വീഡിയോകളുണ്ട്. 2025-ലെ ഇമ്പോർട്ടൻ്റ് കറണ്ട് അഫയേഴ്സും 2025-ലെ
PYQ കറണ്ട് അഫയേഴ്സും. ഇത് രണ്ടും കൂടെ ഒന്ന് നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. 2026 നടക്കുന്ന പരീക്ഷകൾക്ക് നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനപ്പെടും. ഇത് ക്വസ്റ്റ്യനുകൾ അവിടെ നിന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും. പിന്നെ ക്വസ്റ്റ്യനുകൾ കിട്ടുന്നത് മാക്സിമം പഠിച്ചു വെക്കുക. തന്നെയല്ല, നമ്മൾ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആ മന്ത്ലി കറണ്ട് അഫയേഴ്സ് നോക്കി വെക്കുക. 26 പരീക്ഷകൾക്ക് നിങ്ങൾക്ക് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യനുകളും ഒരു 100% കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യനുകളും നമ്മുടെ വീഡിയോയിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.